Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇത് പുത്തൻ കാലം, പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം. ഇത് പുത്തൻ കാലം, പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം. ഈ ലോകത്തിൽ തിരക്കേറിയോടുമ്പോഴും തിരിഞ്ഞൊന്നു നോക്കുമ്പോഴും ചിരിക്കാൻ മറക്കല്ലേ നീ. ഈ ലോകത്തിൽ മറക്കാൻ പഠിക്കുമ്പോഴും സഹിക്കാൻ പഠിക്കുമ്പോഴും ചിരിക്കാൻ മറക്കല്ലേ നീ. ഞാൻ മേരിയെ സ്നേഹിക്കുന്നത് സീരിയസ് ആയിട്ടാണ്. അല്ലേ വേണ്ട. ഞാൻ മേരിയെ ആദ്യമായി കാണുന്നത് പള്ളിയിൽ വെച്ചാണ്. ഞാൻ ആദ്യമായി മേരിയെ കാണുന്നത് പള്ളിയിൽ വെച്ചാണ്. അന്ന് ബൈബിൾ വായിച്ചപ്പോൾ മേരി ഇട്ട ചുരിദാർ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? അല്ല, ഞാൻ പറഞ്ഞത് ചുവപ്പ് പോലെ ഇരിക്കുന്ന ഓറഞ്ച് ഇവൾക്ക് വല്ല നീല ചുരിദാറിട്ട് വന്നാൽ പറയാം. ഓഗസ്റ്റ് 2000, 4/68/31. എൻ്റെ സ്വന്തം മേരിക്ക്. ഞാൻ മേരിയെ ആദ്യമായി കാണുന്നത് പള്ളിയിൽ വെച്ചാണ്.
അന്ന് മേരി ആദ്യമായി ബൈബിൾ വായിച്ച ദിവസം ഇട്ട ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മേരിയെ കാണാൻ ചാള മതി അറിയാലേ, ഇത് എപ്പോഴും ചോദിക്കണം. അതൊന്നും കുഴപ്പമില്ല, നല്ല വണ്ണം കുറച്ച് ചാള മേടിച്ചാൽ മതി. അത് കുറച്ച് മുള്ളായിരിക്കും മമ്മി. അത്ര മുള്ളൊന്നുമില്ലട്ടോ. 1 കിലോ എടുക്ക്, അരച്ചു വരട്ടി വറുക്കാം. അത് മതി ചേച്ചി. എന്നാ എനിക്കൊരു 4 കഷ്ണം വേണം, നല്ല മൊരിഞ്ഞത്. അപ്പൊ അഞ്ചൂനോ? അവൾക്ക് വേണ്ട. അവളിപ്പോ ആ ചാള വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എടാ വിനോദേ, ശംഭുവിനും കോയ്ക്ക് 2 ചായ കൊടുത്തേ. അളിയാ, ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോകും. അവിടെ അടിപൊളിയാന്നാണ് ജവാദ് പറഞ്ഞത്. ജവാദ് ആരാ? എന്റെ മാമയുടെ പോൻ. ഏത് മാമോട്? എടാ മാർക്കറ്റിൽ കായ്ക്കച്ചവടം നിർത്തല്ലേ? കായ് പുള്ളിയാണ് എനിക്ക് പോയാ നേരിട്ട്. പുള്ളിയാണ് ഇട്ടത്. ചേട്ടാ 7 പടം വരെ ചായ. എത്ര? എടാ മേരി എവിടെ? ചേട്ടാ ഒരു പാർലേജി. വേറെന്തടി വേണ്ടേ? വേറെ ഒരു പാക്കറ്റ് പാല്. വിളിക്കതേ അവളുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ പോകുന്നുണ്ട്. എന്റെ അമ്മ എന്നെ വേഗം പോയി വെച്ചേ. നീ ഒന്ന് പാതി പോയി നോക്കി. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇവനാണോ അത് നമ്മളാണോ പ്രേമിക്കുന്നത്? കൃത്യനിഷ്ഠയില്ലാത്ത ക്രിസ്ത്യാനി. സോറി ചേട്ടാ, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. അതാ ഞാനും പറഞ്ഞ, ഒരു മിനിറ്റ്. അതന്നെ ഞാനും പറഞ്ഞ, ഒരു മിനിറ്റ്. കുതിപ്പിക്കാനായിട്ട് ഓരോന്നുണ്ടാക്കിക്ക. അയ്യോ വിളിച്ചേട്ടാ ഒരു ചേർത്ത്. എടുത്തോടാ. എന്താടാ വിനോദ ഈ കാണിക്കുന്നത്? ഗ്ലാസ് പൊട്ടിച്ചാണ്ടല്ല. എത്ര ചേട്ടാ? 13 രൂപ. എന്നാ പിടിച്ചോ. മൂക്കിപ്പോ ഞരമ്പ് വലിച്ചാൻ പൊട്ടിക്കാൻ കാലിഭാഗമായിട്ട് അങ്ങോട്ട് പോണെന്ന് എനിക്കറിയാം. ബുദ്ധിയുള്ളവർക്ക് ബുക്ക് വേണ്ട പൊട്ട. അപ്പൊ ബാഗ് മൊത്തം നിന്റെ ബുദ്ധിയാണ്. നീ ഇപ്പൊ പെട്ടെന്ന് നിർത്തി പെയിന്റ് അടിക്ക് പോവാണ്. ശരിയുണ്ട് ചേട്ടാ. കിട്ടിയില്ല മോളെ, പഠിക്കാൻ പോയതാ? നല്ല പിള്ളേല്ലേ? എല്ലാത്തിനും പിടിച്ച് ഞാൻ പുറത്താക്കും. പിന്നെ ഞാൻ ഒറ്റക്കാവൂലേ? ഇവിടെ ചേർത്തിട്ടാ. ഇവിടെ എന്താ നടക്കുന്നത്? ചേട്ടാ ഒരു പഴം. എല്ലായിടത്തും ഉരുണ്ട് ഇവിടെ പതക്കപ്പോ. മജു നീ ഒന്നും പോണ്ടേ? ഓടട്ടെ ഓടട്ടെ, ഇന്ന് ബുൾഡോഗ് കൊളക്കോടെ പപ്പും കൂടെ പറിച്ചോളൂ. നല്ല ഭംഗിയുണ്ട്. പോയുള്ളൂ. അതെ, നമുക്ക് അവഴി പോവാം. സൈക്കിൾ മേരി, അതെ ഞാൻ വേണമെങ്കിൽ ഹോംവർക്ക് പറഞ്ഞുതരാൻ വീട്ടിലോട്ട് വരാം. അപ്പം എന്തായാലും നാളെ ഉണ്ടാവുള്ളൂ. നാളെ വന്നാൽ മതി. അല്ല, അപ്പം ഇല്ലാത്തപ്പോൾ എനിക്ക് ഏറ്റവും നന്നായിട്ട് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഇല്ല, കുഴപ്പമില്ല. ചേട്ടാ ഈ വെള്ളഷട്ടവനെ ഇത്തിരി വഴി വരൂ. നീ പോടാ. മേരിയുടെ കാലി കെട്ടി ഇടിയരുടെ. ഓ, മേരി ഇതൊന്നും നോക്കണ്ട കേട്ടോ, വെറും സ്റ്റുപ്പിഡ്സ് ആണ് ഇവര്. അങ്ങനെ ബന്ധമൊക്കെ നോക്കിയിട്ടാണ് നീ തള്ളു. ചേച്ചി, നമ്മ പള്ളി കണ്ട ചേട്ടൻ. മേരി, ഡോണ്ട് ലുക്ക് ബാക്ക്. നീ അതൊന്നും നോക്കാണ്ടിങ്ങ് പോന്നേ.
ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. പൂമരക്കൊമ്പിൻ ചാരത്ത് പൂമണം വീശും നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു വൈങ്കിളിക്കാറ്റ്. പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറി ഒളിച്ചവളെ, പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ. പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറി ഒളിച്ചവളെ, പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ. ആദ്യമായുള്ളിനുള്ളിൽ പൂത്ത പൂവല്ലേ, സമ്മതം തന്നാൽ നിന്നെ താലി കെട്ടി കൊണ്ടുപോവില്ലേ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനിനി ജീവിതം പോരാ. കഷ്ടപ്പാടും കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹം. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. പൂമരക്കൊമ്പിൻ ചാരത്ത് പൂമണം വീശും നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു വൈങ്കിളിക്കാറ്റ്. പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറി ഒളിച്ചവളെ, പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ. പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറി ഒളിച്ചവളെ, പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ. ആദ്യമായുള്ളിനുള്ളിൽ പൂത്ത പൂവല്ലേ, സമ്മതം തന്നാൽ നിന്നെ താലി കെട്ടി കൊണ്ടുപോവില്ലേ. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. ഈ വളവ് കഴിഞ്ഞ അവളുടെ വീടാ. ധൈര്യമായിട്ട് പോയി ലെറ്റർ കൊടുക്കും. ഇതൊക്കെ ചെറിയ കാര്യമല്ലേ. മാത്രമല്ല കേട്ടോ, ഒരാള് ഓടിയുണ്ട്. പട്ടി ഓടിച്ചു കൊളക്കോയിനെ പട്ടി ഓടിച്ചാ വീടാ കൊളക്കോടി വീട്. ലെറ്ററും ഞാൻ ചത്താലും വിടൂല. ചമ്പോ കത്ത ജില്ലയിലെത്തി. നിന്റെ ലെറ്ററും പറയാൻ നോക്കാം. കുഴി വെള്ളത്തിൽ നമ്മള് വെള്ളത്തിൽ ചവിട്ടി നീ കുട്ടാപ്പി പിടിച്ച് വെള്ളത്തിലിട്ടോ. അവനെ അവൻ ചത്തവൻ എന്നെ ഓടിക്കൊണ്ടോ. പന്തറായ പന്തറായ
ഹലോ, കോയുണ്ടോ? ആ, ഉമ്മ അവിടെ വെച്ചോ. ആരാ? എടാ ജോർജാ. നീയായിരുന്നാ? പറ. എടാ ഞാനിപ്പോ അവളുടെ വീട്ടിലേക്ക് വിളിക്കുന്ന കുറിച്ച് എന്റെ അഭിപ്രായം എന്താ? എടാ നീ ഇതൊക്കെ മറന്നുപോയാ? ആ ശംഭു സൈക്കിളിൽ നിന്ന് വീണത് മറ്റവനും ഓടിച്ചിട്ട് അയാൾ ഇടിക്കണൊക്കെ നീ കണ്ടല്ലേ? ഇതെന്താ കോയ നീ പിന്നെ പോയ പോലെ പ്രോത്സാഹിപ്പിക്കാത്ത? നിന്നോട് സ്നേഹമില്ലാത്തോണ്ടല്ല, പേടിച്ചട്ടോ. സത്യമായിട്ട് എനിക്കുള്ള നല്ല പേടിയാ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. എന്താണ്? നീ ആ കത്തിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കണത്? മേരിയെ കാണാൻ എന്ത് ചാളവർത്ത ലുക്കാന്നാ? അതൊന്നും ലുക്കാ? അയ്യോ, അങ്ങനെയൊക്കെ എഴുതിണ്ട? നീ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ചേടാ, ആ സമയത്ത് ഒരു അരയത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അയ്യോ അങ്ങനെ പറ്റിയതാണ്. അന്ന വല്ല അരയത്തിലൊക്കെ നീറാ. വേറെ ഉണ്ട്, അവള് നിന്റെ ഭാര്യയിലാണ്. പിന്നെ ഈ ഗ്രീക്ക് മിത്തോളജി നിന്നാ? ഈ ചോദ്യമാണ് ഞാൻ അവളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ ലെറ്റർ കൊടുക്കുമ്പോൾ അവൾ എന്നോട് ചോദിക്കും എന്താണ് ഗ്രീക്ക് മിത്തോളജി. അപ്പൊ എനിക്കൾക്ക് പറഞ്ഞു കൊടുക്കാലോ എന്താണ് ഗ്രീക്ക് മിത്തോളജി. അയാളുടെ കയ്യിലങ്ങനെ കിട്ടിക്കഴിഞ്ഞാണ്ടല്ല നിന്റെ മിത്തോളജി അയാൾ ഇടിച്ച് കിടക്കും. എടാ അതെ, ഞാൻ ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ കാച്ചാലും. എടാ ലെറ്റർ എഴുതണോ? വേണ്ട വേണ്ടല്ലേ? വേണ്ട 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 വേണ്ട. അവള് വിളിക്കണ കേസ് ശംഭുവിന്റെ അടുത്തൊന്ന് ചോദിച്ചു. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ശംഭു, ഹലോ. ഹലോ, ശംഭു ഉണ്ടോ അവിടെ? ആരാ? ഞാൻ ജോർജാങ്ങളെ. ആ, ജോർജാ. ആ, ഒരു മിനിറ്റ്. ശംഭു, നിനക്ക് പോകണ്ടേ? ജോർജാ. വിളിക്കാണ്ട് സാധനം. എടാ ഞാനാ ജോർജാ. എടാ ഞാനിപ്പോ കോയിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ അവളുടെ വീട്ടിലേക്ക് വിളിക്കുന്നതിനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം നിന്നോട് കൂടി ചോദിക്കാൻ പറഞ്ഞു. പിന്നെ വളരെ നല്ല അഭിപ്രായമല്ലേ? അപ്പൊ ഞാൻ വിളിക്കട്ടെ? ഒന്നുമില്ല, ഒന്നുമില്ല. ലാബ് റിസൾട്ട് ചെയ്യണം, ലാബ് റിസൾട്ട്. നിനക്കെന്ത് പറ്റി? ശരിയാ, നീ എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം. ഓക്കെ. എന്താ കൂട്ട്? മേരി, അയ്യോ, അവളുടെ വീട്ടിൽ ഓൾറെഡി ഇല്ലേ? എന്താടാ നിന്റെ മുഖത്ത് പറ്റിയത്? കൊതുക് കടിച്ചാ? കൊതുക് കടിച്ചാൽ ഇത്രയും പേർക്കും? അത് കൊതുക് കടിച്ചപ്പോൾ അടിച്ചപ്പോൾ പറ്റിയതാ. കൊതുക് ഉണ്ണിച്ചേട്ടോ, ഇവിടെ പൂവാലശല്യം വളരെ കൂടുതലാണ്. എന്നെ ഫോൺ എടുത്താൽ മതിയായിരുന്നു. എടുക്കുമായിരിക്കല്ലേ? ആരെങ്കിലും ഒക്കെ എടുക്കും. ഞാനിന്നലെ രാത്രി പച്ചക്കറികൾ വായിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് കട്ടാനീനും അവരെന്നെ പിടിപ്പിച്ചു. അപ്പനെ കൊണ്ട് ചോദിച്ചു, അപ്പം പിടിച്ചിട്ടുണ്ടാവും. ഹലോ. ഹലോ, ആരാ? മേരി ഉണ്ടോ? മേരി ഉണ്ടല്ലോ. ആരാ സംസാരിക്കുന്നേ? ഞാൻ ജോർജാണ്. ജോർജോ? ഏത് ജോർജ്? ജോർജ് എന്റെ വീട്ടിൽ കോളർ ഐഡി ഒക്കെ ഉള്ളതാ. നീ ഏതാ? അയ്യോ, ഞാൻ ട്യൂഷൻ ക്ലാസ് പഠിക്കുന്നതാണ്. ജോർജ് ഡേവിഡ്സൺ ആണ്. ഡേവിഡ്സണോ? ഡേവിഡ്സൺ അല്ല, ഡേവിഡിന്റെ മകനാണ്. കളപ്പറമ്പത്ത്, ഡേവിഡ് കളപ്പറമ്പത്ത്. ഡേവിഡ് കളപ്പറമ്പത്ത്. ഓ, നീ പണ്ട് പുറത്തൊക്കെ ആയിരുന്നില്ലേ? അതെ അതെ. എന്തിട്ട് വിശേഷം? എന്താ ഡൗട്ടാണോ? ഡൗട്ട് വന്നിട്ട് കെമിസ്ട്രിയിൽ ഡൗട്ട്. ആഹാ, എന്താ ഡൗട്ട്? കേക്കട്ടെ. ഓർഗാനിക് കെമിസ്ട്രി ആണോ? കെമിസ്ട്രി അല്ല, ഫിസിക്സ്. മേരി,
അതേ ഒരു കോൾ ഉണ്ടായിരിക്ക ഹലോ ഹലോ മേരി. ആ അതെ, ആരാ? ഞാൻ ജോർജാണ്. ജോർജോ? ഏത് ജോർജ്? ജോർജ്. ഈ മേരി ക്ലാസ്സിൽ പോണ സമയത്ത് ഗോബസിൽ 3 കളർ ഡ്രസ് ചെക്കന്മാരെ കാണാറില്ല. അതിന്റെ ഏറ്റവും ഭംഗിയുള്ള ആളാണ് ഞാൻ, ജോർജ്. ഹലോ, ഞാൻ നാളെ അക്കുടേറ്റ് പാലത്തിന് മുകളിൽ നിന്ന് കാണട്ടെ? വേണ്ട. ആവശ്യമില്ല. എന്തായി? അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. അതിന്റെ അർത്ഥം അതിന്റെ ആവശ്യമില്ല തന്നെ കാണാൻ വരണ്ടെന്നായിരിക്കും. ആ അതിനല്ലേ ഞാനും പറഞ്ഞു. അല്ല അല്ലെങ്കിൽ ശരിയാണെങ്കിൽ ഞാൻ വരുന്നുണ്ട് നാളെ. താൻ പോണു. എടാ ഒരു ഐഡിയ. എന്താണ്? അവളുടെ അപ്പന്റെ പേര് ജോർജ്, എന്റെ പേരും ജോർജ്. അപ്പൊ ഇനീഷ്യൽ മാറ്റേണ്ട ആവശ്യം നമ്മളോട് പറഞ്ഞാ പോരെ? സംഭവം കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ ഇതൊക്കെ പറയാൻ പറയും. എന്തിനാ പഠിക്കാം? ഞാൻ പറയും. അതെ വേഗം പറയണം കേട്ടോ. അവളുടെ അപ്പം വരണക്കാൻ പറയണം. ശംഭു നീ ഫ്രണ്ടിലോക്ക്, ഞാൻ ബാക്കിലോക്കാം. ഇതാരീ മഞ്ഞ ഷർട്ട് ഇട്ട്? ചേച്ചി ചേട്ടൻ ഫാൻസി ഡ്രസ്സിന് പോണേ. റാസൽ ഖൈമയിലെ ആ വലിയ വീട്. ഓക്കെ. ബിസിനസ്സാണ് ജീവിതത്തിൽ വലുതെന്ന് വിശ്വസിച്ച് നടക്കുന്ന പപ്പ, നൈറ്റ് പാർട്ടിയും ഡാൻസുമായി നടക്കുന്ന ഒരു മമ്മ, ആകെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ഷാർജയിലെ ബോർഡിംഗ് സ്കൂളിലെ അറബി പിള്ളേരായിരുന്നു. പെങ്ങന്മാരുണ്ടായില്ലേ? ഇല്ല. റാസൽ ഖൈമയിലെ ആ വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. ഏത് രാജകുമാരൻ ചേട്ടാ? നീ മിണ്ടായിരുക്ക. ഇതെന്താണ് പറയണ? അറബിയ? അറബി കവിയാന്ന് തോന്നുന്നുണ്ട്. അറബി കൂട്ടുകാർ. പുറകെ സച്ചിൻ ടെണ്ടുൽക്കർ. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? നമ്മൾ എവിടെ നിർത്തിയ? ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്റെ അറബി ഫ്രണ്ട്സ് അപ്പോൾ എന്നോട് ചോദിച്ചു, പകച്ചുപോയി എന്റെ ബാല്യം. പോകുമ്പോ സ്നേഹം കിട്ടാതെ വിതുമ്പി നിന്ന ഞാൻ അതിനായി ഇറങ്ങി ഓടി. ഒടുവിൽ ഞാൻ നിന്നെ കണ്ടെത്തി, ജാൻസി. ഓ സോറി, ഐ ലവ് യു. താനേതാ? ഏതോ ഞാനല്ലടാ നിന്നോട് ചോദിച്ചാ നീ ഏതാന്ന്? ഇത് ഏത് ഈ അലവലാദികൾ പാലം വഴി വന്നെ കംപ്ലീറ്റ്? ഏതാ നീ? താനെന്തിനാ ക്ലാസ് ഊരിനെ? ക്ലാസ് ഊരിനെ എന്തിനു? ഏതാ നീന്ന്? ഏതാണ്ട നീ? ഞാനാ? ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ. ഇതൊക്കെ ചോദിക്കാൻ താരാണോ? എനിക്കൊരു കാര്യം മനസ്സിലാടാ, നിന്നേക്കേ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ആ ബുൾഡോഗ് വന്നപ്പോ നീ അവിടെ ഇട്ടിട്ട് ഓടിയില്ലേ? ഓ ഇതൊക്കെ പറഞ്ഞിട്ടാണോ? അറിഞ്ഞൂടെ പുള്ളിനെ കണ്ടോട് ഓടണം. പിന്നെ എടാ ഞാൻ കണ്ടില്ല അയാളെ. നോക്കണം. എന്ത് കഷ്ടമല്ലേ. ആദ്യം കത്തൂർ ഞാനപ്പം ആ കൊളക്കോഴി ഉണ്ടായിരുന്നു. ഇന്ന് ഏതാണ് മഞ്ഞ ഷർട്ടായിട്ട് അറബിയൊക്കെ പറയുന്നുണ്ടല്ലോ. അവൻ ഏതാണ്? അവനേതാ? അവനൊക്കെ ഉണ്ടായത് നന്നായി, ഇല്ലെങ്കിൽ കാണായിരുന്നു. എന്താണ് നമ്മളിടിച്ച് ചളിക്കാനവന്മാര് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ഓ പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ഈ നാട്ടിലെ കംപ്ലീറ്റ് അമ്പളാരി എന്ത് കണ്ടിട്ടാണ് അവളുടെ പുറകെ കിടക്കുന്നത്? അങ്ങനെ പിന്നെ തേനീച്ചക്കൂട് പോലെയാണ് മുടിയിരിക്കുന്നത്. ഷീസ് ബ്യൂട്ടിഫുൾ. എടാ എനിക്കൊരു ഐഡിയ. നമുക്ക് അവളുടെ വീട്ടിൽ മറ്റേ പത്രം ആളെ പിടിച്ചാലോ? എന്റെ പത്രത്തിനിടെ ഒരു ലെറ്ററും കാർഡും ഒരു റോസാപ്പൂവും വെച്ചുകൊടുക്കാം. ഒരു ചെടിച്ചെടിയും വെച്ചെടുക്കാം. എടാ അതെങ്ങാനും ബുൾഡോഗിന്റെ കൈ കിട്ടിയാലോ? ഒരു കോപ്പ് നടക്കണല്ലോ ദൈവമേ. ഈ ഒന്ന് പയ്യെ പറയണ്ട ജോർജ്, മാത്രമേ ഇല്ലാത്തത്. നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. താനേ എല്ലാത്തിനും ഇങ്ങനെ ഉടക്ക് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട എന്തെങ്കിലും ഒരു നല്ല ഐഡിയ പറയും. ഇവൻ വേറെ ആരെടുത്ത് പോയി പറയൂ? ഇതൊക്കെ നമ്മളല്ലേ ഉള്ളൂ. എന്നാ ആലോചിക്കണം. ഒരു ഐഡിയ ഉണ്ട്. നിക്ക് എന്തത് കടയൊക്കെ തല്ലി പൊളിക്കല്ലോ വിനോദകുമാരെ കൂടി. നിങ്ങളല്ലേ പിടിച്ച് അകത്ത് കയറ്റിയത്, നിങ്ങളെ പിടിച്ച് പുറത്താക്കും. മതിയുടെ മതി.
മേരി അച്ഛനെ കണ്ണിടിച്ച് പഴിപ്പിച്ചു വിടാൻ. മേരി എനിക്കൊരു കാര്യം എന്താ കാര്യം? അല്ല മേരിയോട് പറഞ്ഞോളാം. അല്ല മേരി എന്താന്ന് മേരി, ഞാൻ തുറന്നുതരാം, ഞാൻ ചോദിക്കാം. മേരി +2 മേരി ഒരു കാര്യം. മേരി ടയറിന് കാറ്റ് കുറവാണ്ടോ? അടിച്ചോളാം, വഴിന്ന് അടിച്ചോളാം. മേരി ഒരു കാര്യം പറയാണ്ട്. പറഞ്ഞോളൂ. നമുക്ക് വീട്ടിൽ പോവാം, എന്നിട്ട് ഹോംവർക്ക് ഒന്ന് മാറി നിൽക്കാൻ വണ്ടി ഇരിച്ചു കൊടുക്കട്ടെ. ഏറ്റവും ഞാൻ സഹായിക്കാൻ വേണം. സോറിടാ, ഞാൻ വേണം സഹായിക്കട്ടെ. അല്ല നീ നിന്റെ സൈക്കിൾ എടുക്കണം. അല്ല മേരി പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ടേ. അവൻ പറഞ്ഞു വേണമെങ്കിൽ അവന് മുമ്പിൽ സംസാരിച്ചാൽ ഏതാണ് അവനെ അവനെ പാർത്തുമ്പോൾ തള്ളിട്ടല്ലോ. പറയാതെ നീ വയ്യ നെഞ്ചിൽ തീയാണെന്നേ. പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ടേ. പതിവിട്ടും തെറ്റാതെ ഞാൻ കാണാറുണ്ടേ. പല നാളായി ഉള്ളിൽ ഒതുക്കിയ നോവാണെന്നേ. പറയാതെ നീ വയ്യ നെഞ്ചിൽ അപ്പനില്ലാന്ന് പറഞ്ഞു. ഞാനല്ല ഇളകണമിഴിയൊരു വരളിപ്പൂവാണെന്നേ. മദനപ്പൂ ചണ്ടു വിരിഞ്ഞതു പോലാണെന്നേ. മധുര17 പൊന്നാണെന്നേ. മഴവില്ല് വരച്ചതുപോലൊരു പെണ്ണാണെന്നേ. ഇളകണമിഴിയൊരു വരളിപ്പൂവാണെന്നേ. മദനപ്പൂ ചണ്ടു വിരിഞ്ഞതു പോലാണെന്നേ. മധുര17 പൊന്നാണെന്നേ. അവളുടെ മണിമാറിൽ ചേർന്ന് മയങ്ങാൻ കൊതിയാണ്. ആരാണ് ലിറിക്സ് ചെയ്തത്? അവിടെ ഒരു പടക്കം പൊട്ടിട്ടാ. പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ടേ. പതിവിട്ടും തെറ്റാതെ ഞാൻ കാണാറുണ്ടേ. പല നാളായി ഉള്ളിൽ ഒതുക്കിയ നോവാണെന്നേ. പറയാതെ നീ വയ്യ നെഞ്ചിൽ തീയാണെന്നേ. പല വഴികളും അടവുകൾ പലതും പാഴായെന്നേ. കുർബാന മുടങ്ങാനെന്നും കൂടാറുണ്ടേ. കനിവൊട്ടും കിട്ടാതെ ഞാൻ കരയാറുണ്ടേ. ഗതി കെട്ടിട്ടവളുടെ പുറകെ അലയാറുണ്ടേ. പല വഴികളും അടവുകൾ പലതും പാഴായെന്നേ. കുർബാന മുടങ്ങാനെന്നും കൂടാറുണ്ടേ. കനിവൊട്ടും കിട്ടാതെ ഞാൻ കരയാറുണ്ടേ. കണികാലം നല്ലതെന്ന് പറയാനും നിന്നെയൊക്കെ നല്ല പ്രായത്തിൽ പിടിച്ച് കെട്ടിച്ചിരുന്നെങ്കിലേ ഇപ്പൊ പിള്ളേർക്കിടെ പെരുത് കളിക്കാം. നിനക്കപ്പോ 8ാം ക്ലാസ്സിലായ ചേട്ടാ 3 സർവത്ത്. എടാ സോഡയാണോ വെള്ളമാണോ? വെള്ളം മതി. വെള്ളം. കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. ഇനി ഒരൊറ്റ വഴിയോ പള്ളിയിൽ പോണം. പള്ളിയില്ല, പിന്നെ വേറെ പണിയില്ല. പണിക്കൊരു പോണില്ല. പിന്നെ എടാ കുർബാനയ്ക്ക് പള്ളി പോണ കാര്യമല്ല പറഞ്ഞ. അവള് പള്ളിയിൽ വരില്ലേ? അവളുടെ കാര്യം അവതരിക്കും പള്ളിയിൽ. അവിടെ ആദ്യം വെച്ച് കണ്ടത്. ആ ഐഡിയ കൊള്ളാം. ഓ അതായിരുന്നു. കസ്കസ് ഇല്ലേ? ഉണ്ടല്ലോ. വേണോ? എന്താണ് ഈ കസ്കസിലോട്? എടാ കസ്കസ് ഇട്ട് ഞാൻ ഭയങ്കര കൂളാവും. ഈ കൊന്ത പള്ളിയൊക്കെ നല്ല ഐഡിയ ആണ്. പക്ഷേ നീ പോകുമ്പോ നീ ആയിട്ട് പോകണ്ട. ഞാനായിട്ട് പോകണ്ട. എന്നാടാ ശംഭു? അതായത് നിന്റെ ഇപ്പൊ ഈ ഒരു എനിക്കും വേണം. നിനക്കും വേണോ? നമ്മൾ ഒരുമിച്ചല്ലേ പോകുന്നു. അതല്ലാന്ന് ഇവന്റെ ഇപ്പൊ തീയൂര്. അതല്ലാതെ പള്ളിയിൽ പോകുന്ന പഠിക്കുന്ന ഒരു പാവം പയ്യനായിട്ട് പോയാലേ ഇതൊക്കെ നടക്കുള്ളൂ. തീരാറായിട്ടാ പോകുമ്പോ ഒരു ഇംഗ്ലീഷ് ഷട്ടർ കൂടി ചെയ്തിട്ട് പോയാലോ? എന്നാടാ ജോർജ്? എനിക്കും വേണം കസ്കസ്. നിനക്കും വേണോ? പള്ളി വേണ്ടടാ. അവളുടെ അപ്പനും അമ്മയ്ക്കുണ്ടോ? പള്ളി വേണ്ട.
എനിക്ക് വയ്യടി പോവാം. എടാ ഒരു അടിപൊളി ഐഡിയ ഉണ്ട്. പാലത്തിൽ പോയ തന്ത, പള്ളി പോയ തന്ത, വീട്ടിലേക്ക് ഫോൺ വിളിച്ചാ തന്ത, എവിടെ പോയാലും തന്ത തന്ത തന്ത. നമുക്ക് നീന്താ. എടാ ഒരു ഐഡിയ. ഇത് നമുക്ക് വീട്ടിൽ കൃഷിയാവല്ല. ആ എന്നിട്ട് 1 കിലോ കൊക്കയിട്ട് പോലെ അവളുടെ വീട്ടിലേക്ക്. ഇതിൽ നിന്നാണ് കൊക്കോള ഉണ്ടാക്കണേ? ഇതിൽ നിന്നാണോ കൊക്കോള ഉണ്ടാക്കണേ? വീണ്ടും ജ്യൂസ് ആയിരിക്കും. അത് പറ്റൂ. ഇതിന്റെ അടിക്ക് കണ്ടില്ല ഞാൻ. ഒറ്റ ഇതിന്റെ അടിക്ക് കണ്ടില്ലടത്. നീ ഇപ്പൊ ഇത് കാണ്. ഇവിടുത്തെ ക്യാസറ്റ് വെച്ചപ്പോ അവന്റെ ഐഡിയ കാണാനും പറ്റില്ല. അപ്പം വെച്ചാൽ നീ മുട്ടു തിന്നിട്ട് വേണ്ട വേണ്ട, കയ്യും കാലും അത് ശരി. എന്നാ പിന്നെ വേറെ ഐഡിയ വരട്ടെ. തൂവാനത്തെ ഡയലോഗ് പറഞ്ഞാലോ? ഓക്കെ പറയൂ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് പറക്കാം. അവിടെ നമുക്ക് വർക്കം സോറി, നമുക്ക് വർക്കം മുന്തിരിത്തോപ്പില്ല. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് പറക്കാം. അവിടെ മുന്തിരിവള്ളികൾ പൂത്തുവെന്നും. വേണ്ട വേണ്ട വേണ്ട, ഇതൊന്നും വേണ്ട. എടാ നീ ഇതായിട്ട് പറ, സിമ്പിൾ ആയിട്ട് പറ. സീരിയസ് ആയിട്ട് പറയല്ലേ? മേരി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പൊ അവള് പറയും, ജോർജ് എനിക്ക് തന്നെ ഇഷ്ടമല്ല. ഇതാണ് അവരെയൊക്കെ പറയില്ലേ? ഇതൊന്നും വേണ്ട, സാധാരണ രീതി പറ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറട്ടെ. മേരി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയാം. മതി, അത്ര മതി. ഇതുപോലെ ഇത് മതി. അവളായിരിക്കും ഞാൻ ഭയങ്കര. ജോർജ്? ജോർജ്. ഏത് ജോർജ്? ഹായ്, തന്റെ പേരും ജോർജ് എന്നാണോ? എന്റെ പേരും ജോർജ്. എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ പ്രീ ഡിഗ്രിക്ക് പഠിക്കാം. ഹോളി സ്പിരിറ്റ്. ഓക്കെ, ഞാൻ SBIയിലാണ്. ഓ, ബാങ്കിലാണോ? അല്ല, സ്കൂള്. ഓ, സ്കൂൾ. ഓക്കെ, വേറെ സ്കൂൾ. ഞാൻ ജോർജിനെ കാണാതിരിക്കായിരുന്നു. ആണോ? അന്ന് വീട്ടിലേക്ക് വിളിച്ചില്ലേ? പപ്പയ്ക്ക് ജോർജിനെ വിശ്വാസമാണെന്ന് തോന്നുന്നു. പിന്നെ കോൾ റൈഡി ഉള്ളതുകൊണ്ട് ഇവനെന്തായാലും എറണാകുളത്തുനിന്ന് വീട്ടിലേക്ക് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ നിന്നൊന്ന് ഫോൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യോ പ്ലീസ്? ഞങ്ങളൊക്കെ വീട്ടിൽ എപ്പോഴും ആൾക്കാരുണ്ടാവും. വിളിക്കാൻ ബുദ്ധിമുട്ടാ. വേറെ വഴി ആലോചിക്കണായിരിക്കും നല്ലത്. ജോർജ്, കുഴപ്പമില്ല. എന്തോ കുഴപ്പമില്ല. ശരിക്കും ബുദ്ധിമുട്ടാണെങ്കിൽ ഇല്ല. താങ്ക് യു സോ മച്ച് ജോർജ്. ഞാൻ മേരിയോട് എപ്പോഴും പറയും, മേരിയുടെ ഫാദറിന്റെ പേരും ജോർജ്, എൻ്റെ പേരും ജോർജ്. കല്യാണം കഴിഞ്ഞാലും പേര് മാറ്റണ്ടല്ലോ. അപ്പൊ ശരി, കാണാം. എന്നാ പൊക്കട്ടെ, ബൈ. നീ എന്തിനാ സമ്മതിച്ചു? നിന്നോട് ആരാ സമ്മതിക്കാൻ പറഞ്ഞു? ഇങ്ങനെ എങ്ങനെയെങ്കിലും കൊണ്ടേ കൊടുക്കും. ഒന്ന് മാറാമോ? വന്നെങ്കിൽ പാടോ. കാലം കെട്ടുപോയി, കോലം കെട്ടുപോയി, ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞുപോയി. കാലം കെട്ടുപോയി, കോലം കെട്ടുപോയി, ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞുപോയി. കാല് വെച്ച ഭൂമിയും കുഴിഞ്ഞു കാണുപോയി. കണ്ടു നിന്നതൊക്കെ ഇന്നു മെല്ലെ മാഞ്ഞു മാഞ്ഞുപോയി. വിരിഞ്ഞ പൂമരം കൊഴിഞ്ഞു വീണുപോയി. എടുത്തു വെച്ചതൊക്കെ ഇന്ന് താഴെ വീണുപോയി. കാലം കെട്ടുപോയി, കോലം കെട്ടുപോയി, ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞുപോയി. കാലം കെട്ടുപോയി, കോലം കെട്ടുപോയി, ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞുപോയി. കൊടുക്കാം.
പെണ്ണുങ്ങളെ കണ്ടതൊക്കെ നീനവായപ്പോ താഴെ വീണുടഞ്ഞു പോയേ. ഉള്ളിലുള്ളതൊക്കെ പൂത്തു നിന്നതൊക്കെ ആരാരോ കൊണ്ടുപോയേ. കാണാൻ കൊതിയേറി നിന്ന കാലമൊക്കെ കൺമുന്നിൽ തീ പിടിച്ചെരിഞ്ഞു പോയേ. കാത്തുവച്ചതൊക്കെ കാലമാവും മുന്നേ ആരാരോ കൊണ്ടുപോയേ. ഓ നോക്കി നോക്കി വെച്ച മാമ്പഴം പറിച്ചെടുത്ത് മെല്ലെ ഇന്ന് കൊണ്ടുപോയി. പോട്ടെ പോട്ടെ എന്നാ മതി മതി ചെല്ല് മുമ്പ് കരയില്ല. ഇച്ചിരി കട്ടിയാണ്ടാ അതിനുള്ള ടച്ചിങ്സ്. മനസ്സിലുള്ളതൊക്കെ മറച്ചു വെച്ചതൊക്കെ മരിച്ചുപോയി മണ്ണടിഞ്ഞു പോയി ദൈവമേ. എടാ രാത്രിയാടാ ഒരു കയ്യിൽ വെക്കടേ പൊട്ടാൻ. സിബു ഒന്ന് വന്നിടാ വീട്ടിൽ പോവാ. നീ വിട്ട് നീ ഏതുമേന്ന് പിന്നെ നാട്ടിൽ വേറെ പിള്ളേരില്ലാത്തല്ലേ ജോർജ് അവരല്ലേ വണ്ടി ഇറക്കടാ. പത്ത് പാസ്സായപ്പോ വീട്ടിൽ പെരുന്നാളായിരുന്നു. ഇപ്പൊ മരണ വിടുവല്ല. ഈ പരീക്ഷയ്ക്ക് തോക്കണത് ഇത്ര വലിയ പ്രശ്നമാണോ? എനിക്കത് എപ്പോഴാണ് മനസ്സിലായി. അവന്മാർക്ക് എല്ലാ പരീക്ഷയിലും ജയിച്ചു, നമ്മൾ മാത്രം. അതെന്താ നമ്മൾ മാത്രം തോറ്റേ? എല്ലാം പഠിക്കണായിരുന്നു. പോത്ത് പോലെ വളർന്നുകൊണ്ട് തല്ലിയില്ല വീട്ടില്. ഇനി ഉഴപ്പം പരിപാടിയൊക്കെ ഒന്ന് മാറ്റണം. ഇതെന്ത് കഷ്ടവും. ഇങ്ങനെ പോയ പരിപാടിയൊന്നും ശരിയാവൂല. പാങ്ക് വിളിച്ചു, ഞാൻ പള്ളി പോണു. അറിയ ഞാനും നേരത്തെ വീട്ടിൽ കയറണം. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളെ കലിപ്പ് തീരണില്ലല്ലേ? നമ്മുടെ കോളേജിന്റെ നൃത്ത റാണി നൃത്ത രാജ എന്നറിയപ്പെടുന്ന ജസ്റ്റിൻ ആൻഡ് ഗിരിജ. കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടൻ, ആകെ വിയർക്കണം. നാടി ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറാണ്. ചങ്കിനകത്ത് താളമട്ടിക്കണ്, തകിട തകിട മേളമട്ടിക്കണ്.
താളമടിക്കണ്ട് തക്കിട്ട തക്കിട്ട മേളമടിക്കണ്ട് എന്ത് കുഴപ്പം? നമ്മളോട് കളിക്കാന്നോണ്ട് ഒരു പെണ്ണൊന്ന് വിട്ടിട്ട് പോയതല്ലേ, അവനതിരിക്കട്ടെ. ചുമക്കണം പല്ല് കടിക്കണം മുഷ്ടി ചുരട്ടൻ ആകെ വിയർക്കണം നാടി ഞരമ്പ് വലിഞ്ഞു മുറുകണ് പേശികളാകെ ഉരുണ്ടുകയറാണ് ചങ്കിനകത്ത് താളമടിക്കണ് തക്കിട്ട തക്കിട്ട മേളമടിക്കണം കയ്യും കാലും വെറ വെറക്കണ് പെട്ട പെട്ടക്കണ് തുട്ടി തുട്ടിക്കണം പെരുവിരല് പെരുത്ത് കയ്യാറാണ് വെള്ളച്ചപ്പാട്ട് പോലെ ഉറഞ്ഞു തുള്ളാണ് ഇതിനാണ് വെച്ചെടുത്താ പിന്നെ വലിയ കാര്യമായി പോയി. ഈ കളിയും എടാ ഒന്ന് തട്ടടാ, നീ ഒന്ന് ശരിയാക്കി ഒന്ന് തട്ടടാ. നമ്മൾ ഇത്ര നേരം ജോക്കർ ഉണ്ടല്ലോടാ. കണ്ണാടി ഒക്കെ ജോർജ് എന്തിയടാ? എവിടെ കുളിച്ചു കൂട്ടുന്നല്ലോ. ഞാനോ പുതിയ പിള്ളേരോട് റാഗിയാണല്ലേ ശമ്പളം കിട്ടും കിട്ടുമ്പോടാ. സിന്ധു ബിന്ദു അല്ലാ രാവിലെ ഉണ്ടായിരുന്നു. എടാ എന്റെ സിമ്പിൾ ആണ്ടാ, സിമ്പിള് ബെൻസിന്റെ സിമ്പിള് ജോർജ് എന്റെ വണ്ടി സിമ്പിൾ ഉണ്ട്. വണ്ടി അടക്കം പോണ്ടിരുന്നു. ഇവിടെ ഗ്രൗണ്ടിൽ എന്താണ് നിന്റെ പേര്? ജിറാഫ? ജാഫറാ. നിനക്ക് പേടിയുണ്ടോ? കൈ വെച്ചിട്ടെ. എന്തെന്റെ പേര്? വർഷ. നിന്റെയോ? ശില്പ. ഇവിടെ എന്തിനാ പഠിക്കണേ? ബികോം. ബികോമിന്. ഒരു ഡാൻസ് കളിച്ചാലോ? ഒരു പാട്ട് പാടാ. ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ട് വിരിഞ്ഞു പല്ല. പാവപ്പെട്ട വീട്ടിലെ പിള്ളേരാ. പാവപ്പെട്ട വീട്ടിലെ ഡാൻസ് കളിക്കല്ലോ? ഞങ്ങളും പാവപ്പെട്ട വീട്ടിലെ പിള്ളേരാണ്. ഞങ്ങൾ ഒരുപാട് ഡാൻസ് കളിച്ചിട്ടുണ്ടല്ലോ. വേറെന്തെങ്കിലും? വേറെ എവിടെ പോവാ?
ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ ഇവനെ വേറെ എന്ന് പറയുമ്പോ ഇപ്പൊ വേറെന്താ നിങ്ങള് എന്താ കാലത്തൊക്കെ വരുമ്പോ കുളിച്ചിട്ട് വന്നൂടെ? കുളിച്ചാണേട്ടാ. നീ ഡാൻസ് കളിക്കോ? പിന്നെ ആണോ? ശംഭു ഒരു പാട്ട് പാടാ. അപ്പടി പോട് 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 അസത്ത് പോട് കണ്ണാള് അപ്പടി പോട് 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 അസത്ത് പോട് കണ്ണാള്. ഇതുപോലെ വേണം ഡാൻസ് കളിക്കാനായിട്ട്. എന്താണ് എന്റെ പേര്? മൂസ. നീ എന്തിനാ പഠിക്കണേ? BSc കമ്പ്യൂട്ടർ സയൻസ്. നമ്മളെ ആളാണല്ലോ. കൊള്ളാം. തന്നെ സാരിയൊക്കെ എടുത്ത്. എന്താണ് പേര്? மலர். മലർ. മലർ. என் பேரு சொன்னேன். உங்க பேரு? உங்க பேரென்ன? என் பேரு ஜார்ஜ் டேவிட். இங்க என்ன படிக்கிறதுக்கு வந்தோம்? I'm not a student. I'm here to teach. I'm a guest lecturer. അടുത്ത സസ്പെൻഷൻ ഡീസന്റ്. நீங்க எந்த கோர்ஸ் படிக்கிறீங்க? അതന്നെ ഞങ്ങൾ ആലോചിക്കണം. ഞങ്ങൾ BSc ഫൈനൽ BSc സയൻസ്. ഓഹോ. ഫൈനൽ. உங்க பேரு? കോയ. கோயா. ടീച്ചർമാരോട് പറയലട്ടാ ടീച്ചറെ. சொல்ல மாட்டேன். ശംഭു. ഓ നൈസ്. പറയലട്ടാ. ഞങ്ങള് പൊക്കോട്ടെ ടീച്ചറെ. Please escape us from these dirty people. They are ragging us. இங்கிலீஷ் ஆடி. அதெல்லாம் உங்க விஷயம். ஆனா நீங்க நைட்ல தனியா சுத்துறப்போ ரோட்ல போறப்போ எல்லாம் தைரியமா இருக்கணும்னா இந்த ராகிங் எல்லாம் பரவாயில்ல. சரியா? I'll leave now. See you in class. ഓടി ടീച്ചറായി പോയി. പുറത്തേക്ക് വേടാ. എന്നാ നീ വേടാ. ഇതെന്താ ജോർജ്? ഇതിനാ സർവത്ത് ഇടൂല നമുക്ക് അറിഞ്ഞൂടെ? ഓ Hello all. Hi. Sit down please. So I'm Malar. I'll be teaching you system analysis and design this semester. And I'm from Kodaikanal basically, so now I think you should introduce yourself. We'll start from here. I'm Shruti from Alva. Nice. You? Ma'am, I'm Deepa from Thrissur. You? I'm Anjali from Alva. You? What's that? Stand up. What's that in your hand? പെപ്സി. മാം ഫ്രണ്ട്സ് കൊടുത്തു. നമുക്ക് ഇറങ്ങി ഓടിയാലോ? Ningla. Three of you stand up. Yes, miss. Alcohol is fine, okay? But I'm not going to permit this in my class. Good decision. All right? All four of you, please leave the class right now. Leave now. മാം ഞാൻ പോണോ? Yellaru. ഓ താങ്ക് യു. സസ്പെൻഷനിൽ കിട്ടിയുള്ളൂ. TC കിട്ടും. ടീച്ചർ ഒരു Enna.
you know, அது வந்து don't think I am saying because I am you know, I am drunk. ജോർജ് എന്തോ വാ എന്താ പോരാ You look so very beautiful. തീർന്നു. கோயா ஷம்பு இங்க வாங்க. இவரை கொஞ்சம் கூட்டிட்டு போங்க. தெரியும். கூட்டிட்டு போங்க. കൂട്ടിയിട്ട് So students, where did we stop? സാർ ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ വന്ന് കുറെ നേരം തുടങ്ങിയിട്ട് തീരട്ടെ പറഞ്ഞു. സാറൊന്ന് ആലോചിച്ച് നോക്കി. ഞാനിതെന്റെ ഉമ്മേനോട് അങ്ങനെ പറയും. സാർ പറ സാറേ, എന്തിനാ പേടിക്കണം? ധൈര്യമായിട്ട് അങ്ങോട്ട് പറ. ഇത് പിള്ളേര് വന്നുണ്ട്, സിഗരറ്റുകളാ. കുറച്ചുകൂടി ഇടായിരുന്നു. മിസ്റ്റർ ലോൺപൻ എത്തിയോ? എന്താ വേണ്ടേ? 3 ചായ 3 പഴംപൊരി. വേണ്ട പിരി 3 ലൈൻ 3 പഴംപൊരി വേണ്ട. സാറ് ഞാൻ എന്റെ ഉമ്മേനോട് അങ്ങനെ പറയും, സ്നേഹിക്കുന്ന പെണ്ണോട് തമിഴത്തിയാണെന്ന്. സജി, ആ പ്ലേറ്റ് ഒക്കെ നിർത്തി കഴുകി. നല്ല പേരല്ലേ? എന്ത് മലർ? ആ എന്താ നിന്റെ ഉദ്ദേശം? എടപ്പുള്ള ടീച്ചറാണ്ടാ. എനിക്കൊന്നും കണ്ടപ്പോൾ ഇഷ്ടം. അതിനെ ടീച്ചർ ഇങ്ങോട്ട് വന്നേല്ലേ ഉള്ളൂ, അപ്പോഴത്തേക്കും സാറിന് പ്രേമം തോന്നിയാ? അതിന് ആദ്യം ആ ടീച്ചറിനടുത്ത് പറയണ്ടേ? സാറെ പ്രേമം തോന്നാനുണ്ടോ? ഒരൊറ്റ സെക്കൻഡ് മതി. എനിക്കൊന്നും കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ഞാനാണ് ടീച്ചറാണുള്ളൂ. ടീച്ചറെ കാട്ടറ എനിക്കിപ്പോൾ എന്താണ്? പിന്നെ ജോലിയല്ലേ? അതിപ്പോൾ ഈ കോഴ്സ് നേരെ പോയി സ്വിറ്റ്സർലാൻഡിൽ കയറാം. 10,000 രൂപ സാലറി കിട്ടും. പിന്നെ വീട്ടിലെ കാര്യമല്ലേ, അപ്പൻ അത്യാവശ്യം ഓപ്പൺ മൈൻഡാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. അമ്മ സമ്മതിക്കായിരിക്കും. സാർ ഇപ്പം എന്താ പറയാൻ പോണേ? കേക്കട്ടെ, ഒന്ന് പറഞ്ഞേ. സാറ് പറ, കേക്കട്ടെ. ഇവിടെ വെച്ച് പറയണോ? ആ പറ സാറേ. സാറ് ആ പറയാൻ പോയണോ? എന്നാ പറ. ആണെന്നേ കഥലിക്കറേ ഒന്ന് പോടും. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ ഒരു കുഞ്ഞുകാല കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് മാറും. മഹാ ബോറാൻ സാറേ. ആണോ? എടാ ഇന്ന് രാവിലെ നമ്മൾ ടീച്ചറെ കണ്ടു. ക്ലാസ്സിൽ പോയി അവർ നമ്മളെ പുറത്താക്കി. നീ ഇത്രയും സമയത്തിനുള്ളിൽ എന്താണ് നല്ല ഉഷാറായി പോകും. ആരോടെ ഞാൻ പറയണേ? സജി, ഈ മേശയൊക്കെ ഇന്ന് രാവിലെ നമ്മൾ ടീച്ചറെ കണ്ടു. ക്ലാസ്സിൽ പോയി അവർ നമ്മളെ പുറത്താക്കി. ഇത്രയും സമയത്തിനുള്ളിൽ നീ ആലോചിച്ചെടുത്താണ് ഇതൊക്കെ. ഈ ടീച്ചർ എന്നുള്ള വിളിയെ കൊണ്ട് ഒഴിവാക്കാം. എന്തോ എനിക്ക് ഭയങ്കര ഡിസ്റ്റൻസ് തോന്നും. നീനോ അവൾ നോക്കാൻ വിളിക്കാലോ. അവൾ നിക്കട്ടെ. അവൾ ഈ അവൾ എന്ന് പറയുന്ന സാധനത്തിന് ഇവനെക്കാളും പ്രായണ്ടാവും. എടാ, ഇപ്പൊ സച്ചിൻ കല്യാണം കഴിച്ചിരിക്കുന്ന മൂത്ത പെണ്ണിനെയല്ലേ? പക്ഷെ അത് സച്ചിൻ, ഇത് ഇവൻ. അതേ ഞാനും പറഞ്ഞോളൂ. പിന്നെ അതിനും മോക്കുരൊക്കെ ഉണ്ട്. എന്ത് മോക്കുരു? നിനക്കും എനിക്കും എല്ലാവർക്കും മോക്കുരു ഉണ്ടായിട്ടില്ലേ? പിന്നെന്താണ് മോക്കുരു എന്നൊരു പ്രശ്നമല്ലെന്നേ. ഒരു പ്രശ്നം കുഴപ്പമൊന്നുമില്ല. പക്ഷെ മറ്റേ പണിയോ? മറ്റേതാ? രാഷ്ട്രവും രാഷ്ട്രവും ജില്ല സംസ്ഥാനം സ്റ്റേറ്റ്. അതിനെന്താ കുഴപ്പം? നമ്മളെല്ലാവരും ഇന്ത്യക്കാരല്ലേ? കുറച്ച് തമിഴ് സിനിമകളുടെ CD ഒക്കെ ഒന്ന് മേടിക്കണം. എന്തിനാ? കുറച്ച് തമിഴൊക്കെ പഠിക്കാലോ. വേലക്കാരിയായിരുന്നാലും The subject of operation research was developed in military context during World War II. മാപ്പാ ഞാൻ പറയുന്നുള്ളൂ. എടാ, ഇന്ത്യയിൽ നിന്ന് പണി കിട്ടും. ജെറിസാറൊക്കെ എൻ്റെ ആളാണ്. ഇനി മിസ് അങ്ങനെയാണെങ്കിലോ എന്റെ പൊന്നടയാൻ പറഞ്ഞേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. പ്രിൻസിപ്പാൾ അങ്ങനെ ഈ കാര്യം അറിഞ്ഞാൽ 2 സസ്പെൻഷനില്ലേ നിനക്ക്? സസ്പെൻഷൻ നിൽക്കൂലേ? സീനിയോറിറ്റി നിനക്കല്ലേ? മാപ്പ് പറഞ്ഞാലേ ഒരു ഇംപ്രഷൻ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചേക്ക്. വെള്ളം അടിച്ച് അലമുണ്ടാക്കുന്ന തലവരച്ച് പിള്ളേരായിട്ടല്ലേ വിചാരിക്കുള്ളൂ. ഇവനാരാ സ്പടികത്തില് ഭീമന്റെ ഉണ്ടാക്കണ്ണൻ? ഞാൻ ഒരു പണി, ഞാൻ മിസ്സിന്റെ നമ്പർ മേടിച്ച് വൈകിട്ട് വിളിച്ചാലോ? അതൊന്നും നടക്കുന്നു. നമ്പറിന്റെ കാര്യം ചിന്തിക്ക് പോലും വേണ്ടട്ടോ ജോർജ്. പിന്നെ ഇപ്പൊ വേണം. ഇവിടെ നിർത്താൻ അങ്ങോട്ടുണ്ടല്ലേ? അപ്പൊ പിന്നെ ഇവിടുത്തെ പിള്ളേർ പിന്നെ എന്ത് ചെയ്യാനാണ്? അയാൾക്ക് ഇങ്ങനെ ഓർഡർ ചെയ്യാം. ഹായ്. ഹായ്.
ഹലോ ഹലോ മൊബൈൽ നമ്പർ ഒന്ന് വരാമോ? 98941. 1 second please. 98 07651. താങ്ക്സ്. നന്നായി പഠിക്കണം കേട്ടോ. നിങ്ങൾ എന്താണോ ക്ലാസ്സിൽ? സാറേ കിട്ടി. கடைசி நம்பர் 6 மாத்தி சொல்லிட்டேன். நீங்க நீங்க இதோ சொல்ல வந்தீங்கல்ல? அது வந்து ஆக்சுவலி we are sorry. பிரின்சிபல் கிட்ட சொல்லாதீங்க. யோசிச்சு சொல்றேன். I'll think about it. സൂപ്പർ. നിങ്ങൾ വന്നേ മതിയായില്ല അല്ലേ? സിമ്പിൾ. ജാവ വളരെ സിമ്പിളാണ്. പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ് അല്ലേ? പിന്നെ സേഫ്. ജാവ വളരെ സേഫാണ്. മനസ്സിലാവുന്നുണ്ടാവല്ലോ? അഞ്ജലിക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ. എല്ലാവരും കേൾക്കാനാ പറയുന്നത്. മനസ്സിലായില്ലെങ്കിൽ പറയണം. ഓക്കെ? ആ പിന്നെ റോബസ്റ്റ് ആണ് സാർ. റോബസ്റ്റ് പഴമാണ്. പഴമല്ല. റോബസ്റ്റ് എന്ന് പറയുമ്പോൾ you may think that robustness is a luxury in this time of adventures on internet. ഇത് പേജിലുണ്ട്. നിങ്ങൾ കുറച്ചേരം കഴിഞ്ഞ് ബുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് വായിച്ച് ക്ലിയർ ആവും. വരും. ജാവയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജാവ ഇസ് വെരി ഈസി ടു ലേൺ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം. നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഓഫ് ജാവ സിമ്പിൾ ആൻഡ് പവർഫുൾ. മനസ്സിലായോ? ഇറ്റ് ഈസ് ഓൾസോ സെയിം, object oriented, robust and interactive. ഇന്നലെ കണ്ടില്ല. പിന്നെ കണ്ടില്ല. ഞാൻ സോറി ജാവ. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഇൻഹെറിറ്റൻസ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ 25ാമത്തെ പേജിൽ അതിൽ കാണാം ജനലെ കൂടി പുറത്തേക്ക് നോക്കുന്ന പൂച്ചേനെ, പുറത്തു നിന്ന് ഇറച്ചി നിന്ന് പട്ടീനെ. ഓക്കെ, മനസ്സിലായോ? എനിക്കും കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓവർ റൈഡിങ്. വാട്ട് ഇസ് ഓവർ റൈഡിങ്? ഇയാൾക്കൊരു കുന്തറിയാൻ പാടില്ല. വാട്ട് ഇസ് ഓവർ റൈഡിങ്? ടെൽ മീ. ആരെങ്കിലും പറയടാ എന്താണ് ഓവർ റൈഡിങ്? ജോർജ്, കോയ, ശംഭു ആൻഡ് സുരേഷ്. നിങ്ങളെ പ്രിൻസിപ്പളെ വിളിക്കണം. സാറിനോട് പ്രിൻസിപ്പളെ എല്ലാം പറഞ്ഞു. നിങ്ങളുടെ മകന്റെ കാര്യം ഇങ്ങനെ പോയാൽ കഷ്ടത്തിലാവും. ആ ഗുണ്ടിന്റെ സംഭവം ഞാൻ ശരിക്കും ഡിസ്മിസ് കൊടുക്കാൻ പോയതാ. പിന്നെ നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞ ഒറ്റ വാക്കിന്റെ പുറത്താണ് ഞാൻ 2 മാസം സസ്പെൻഷൻ ആക്കിയത്. ഈ കഴിഞ്ഞ ദിവസം അവന്റെ ഫോൺ ക്യാൻറ്റീനിൽ വെച്ച് മറന്നു. അവിടെയുള്ളൊരു ഫോൺ എന്നെ ഏൽപ്പിച്ചു. ഞാൻ നോക്കിയപ്പോൾ വാൾ പേപ്പറിൽ പോടാ പട്ടിയും. നിങ്ങളുടെ മകന് സംസ്കാരമില്ലേ? പിന്നെ ഈ കഴിഞ്ഞ ദിവസം വെള്ളം അടിച്ചിട്ട് മലർ ടീച്ചർ ഇവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അത് ഞാൻ ടീച്ചറെ പിന്നെ കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ അടുത്ത് പറഞ്ഞത് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ അമ്മയാണ്. എൻ്റെ മകളുടെ കൂടെ പഠിക്കുന്നത് വെള്ളമടിക്കാരാണോ എന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ തൊലി ഒരിഞ്ഞു. കണ്ടോ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം തന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. എന്ത് തോന്നിയോ സാറേ കാണിക്കുന്നത്? ചിരിക്കുന്നു. ഇനി മേലാൽ എന്തെങ്കിലും തമാശക്ക് നീ ചിരിക്കുന്നത് കണ്ട കേട്ടല്ലോ. പിന്നെ സാറേ ഈ ഗുണ്ട് പൊട്ടിച്ച കാര്യം, അത് ഇവന്റെ പേരിൽ സാറ് പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അത് ചുമ്മാ എന്റെ മകന്റെ നെഞ്ചത്തോട്ട് കെട്ടിവെക്കണ്ട. അതിന്റെ ക്രെഡിറ്റ് സാറ് വേറെ ആർക്കെങ്കിലും കൊടുത്തു. പിന്നെന്തോ മൊബൈലിൽ പട്ടിന്നോ പൂച്ചയെന്നോ, ഇതൊക്കെ ഡിക്ഷണറിയിലുള്ള വാക്കുകളല്ലേ സാറേ, ചുമ്മാ അൺപാർലമെന്ററി ഒന്നും അല്ലല്ലോ. ആണോ? പിന്നെ വെള്ളം അടിച്ചത് എനിക്കും ഇഷ്ടമല്ല. എടാ ജോർജെ, മേലാൽ വെള്ളം അടിച്ചോണ്ട് ക്ലാസ്സിൽ കയറുന്നത് നീ ഒഴിവാക്കിക്കോ. നിനക്ക് അടിക്കണമെങ്കിൽ വീട്ടിലോ ബാറിലോ ഇരുന്ന് അടിച്ചോ. നിങ്ങൾ എന്ത് അച്ഛനാണ്? മക്കളെ പ്രോത്സാഹിപ്പിക്കാണോ വെള്ളം അടിക്കാൻ? ഞങ്ങൾ ആരും വെള്ളം അടിച്ച് പരസ്യമായിട്ട് അലമ്പുണ്ടാക്കാറില്ല. അത് ഞാൻ ഇവരോടും പറഞ്ഞിട്ടില്ല. പിന്നെ മേലാൽ ഈ പാട്ടി പൂച്ച എന്നെങ്ങാനും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാലുണ്ടല്ലോ, എന്റെ തനി കോണം സാറ് കാണും. ഓളായിപ്പോയി അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ഘടാഘടിയന്മാരെ വിശ്വസിച്ചിട്ടില്ല ഞങ്ങൾ പിള്ളേരെ ഇങ്ങോട്ട് അയക്കുന്നത്. ഇവന്മാർ വിചാരിച്ചാൽ നന്നായിട്ടില്ലേ ഞങ്ങളുടെ പിള്ളേര്?
പറ്റില്ല. Don't you bloody try to trouble me ever again for such petty, flimsy issues. Mannar, please take care of Mr. George. എന്നാ പിന്നെ അങ്ങനെ ജോർജ് വാടാ. ഈ പോടാ പട്ടി എന്നൊക്കെ ആരെങ്കിലും ബോൾക്കോപ്പിൽ ഇടൂടാ? ആ ഞാനല്ല, അത് ബോൾട്ടിന് പിന്നെ ഓ അങ്ങനെ. ഞാൻ വിചാരിച്ചു നീ അത്രയ്ക്ക് അങ്ങ് താഴെയായി പോയിന്ന്. പിന്നെ നിന്റെ ഉണക്ക പ്രിൻസിപ്പാൾ നിന്നെ കുറിച്ച് പറഞ്ഞില്ലേ, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് കൊടുത്തത്. നന്നായി, അവസാനത്തെ ഇംഗ്ലീഷ് അങ്ങോട്ട് കലക്കി. Yeah, second one is interaction. So now these are the 5 characteristics. Okay. ഇന്ന് ഞാൻ ക്ലാസ് എടുത്തേക്കും. So now who can give me the definition of a system? Please stand up. When did you three come into the class? You three the last bench. ബെഞ്ചിലൊരു ആശയിലോട്ട് ഇരിക്കാൻ പറ്റൂല. Please get out of the class. പഴംപൊരി ചേട്ടാ 3 ലൈൻ 3 പഴംപൊരി ഒന്ന് മധുരം കൂട്ടി. ആയിക്കോട്ടെ. System must be designed to achieve all these characteristics while following the basic principles. Do any of you have any doubt? എന്താണ്? Okay, so fine. We'll move on to നമ്മൾ ലേറ്റ് ആയിരുന്നല്ലേ കേട്ടോ അടിച്ചത്. Now differentiation. നേരത്തെ They വന്നു. have a tendency towards നീ പവള ആളായി. Do you guys have any doubt? Miss, ഒരു ഡൗട്ട്. ഞാൻ അത്തേക്ക് പോയി നോക്കടാ. അലമ്പണ്ടാക്കല്ലേ, ക്ലാസ് നടക്കല്ലേ. ഇതെന്ത് കാണിക്കണത്? മിണ്ടാതിരിക്കാൻ. ഡീസന്റ് ആയിട്ട് വന്നു. Now silence please. I'm clearing a doubt here. ഇതെന്താടാ സ്കൂൾ പിള്ളേരെ പോലെ പുറത്തിറക്കി നിർത്തിയിരിക്കുന്ന? നിങ്ങളുടെ ടീച്ചർ നല്ല ചെറുക്കാണല്ലോടാ. മാതാപിതാ ഗുരു ദൈവമല്ലോ. ഓ മാതാപിതാ ഗുരുദേവ്, നീ അതിനാണോ അയാളെ തല്ലിയത്? അയ്യേ കിണിക്കല്ലേ കിണിക്കല്ലേ കിണിക്കല്ലേ. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അതിനെന്താ നോക്കിക്കോട്ടെ. എവിടെ വരണം? So you come to my class on time, okay? Okay. Now you can go for class and you stay here. Me? Yeah, you. Oh. You can go to class. You can go to the classes. Oh. Yes. സാർ വാ. അറിയാം സാറ്. Hi. Hi. Hello. Oh. Malavus, I messaged you yesterday. I waited for so long. No message came back. So I called you back. An old woman took the phone. I just got the phone. I got scared. Okay, that was my warden. Yeah. Warden? She read your message and she said you sounded like a flirt. Huh? Flirt? Flirt means? പൂവാല് കോഴി കോഴി. Hi Malar, how is George? Hi sir. He's good, sir, but a little late for class. I'll take care of him. Okay. I didn't expect this from these people. Great effort. പക്ഷേ നിങ്ങൾ ഇത്രയും നന്നാക്കുന്നു ഞാൻ വിചാരിച്ചതേ ഇല്ല. താങ്ക് യു സർ. സാർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മളെ പുതിയതാണോ? എന്ത് തോന്നി കേട്ടിട്ട്? പുതിയ പോലെ തന്നെ തോന്നി. ക്ലാസ് കയറാൻ ഗുഡ് ഇംപ്രൂവ്മെന്റ്. മനസ്സിലായില്ല. ഓ ഞങ്ങൾ പോട്ടെ സാർ. താങ്ക് യു സർ. താങ്ക് യു മിസ്. ജോർജ് വൈകിട്ട് ഗ്രൗണ്ടിൽ വരണ്ട ഏട്ടാ. Hi. Hi. So what's your name? Malar. I'm Murli. Oh, nice. Yeah. So which subject? System analysis and design. Oh, that's good. You read this book? Which book? Sci-Fi by Isaac Asimov. നോക്കടാ. കണ്ടാ കണ്ടാ. കാണാൻ പറ്റുണ്ടോ?
சின்ன சின்ன பாவை கொஞ்சி கொஞ்சி பேசி துள்ளி செல்லும் என் அழகே. சின்ன சின்ன பாவை கொஞ்சி கொஞ்சி பேசி துள்ளி செல்லும் என் அழகே. அவள் கண்ணங்கள் கண்ணிமைகள் சிரிப்பும் கலந்து தந்த போது என்ன ஓராயிரம் மின்னல்கள் என் மீது பாய்ந்து வந்ததென்ன. ஓ ஏதோ காதல் என்னை செய்யும் பொழுதே மெய்யும் பொய்யும் ரெண்டும் ஒன்றாய் படுதே. என் நெஞ்சுக்குள்ளே புது ராகம் போலே என்றென்றும் உன்னை காதல் செய்யவா. சின்ன சின்ன பாவை கொஞ்சி கொஞ்சி பேசி துள்ளி செல்லும் என் அழகே. சின்ன சின்ன பாவை கொஞ்சி கொஞ்சி பேசி തുള്ളി ചെല്ലും എൻ അഴകേ. അല്ല ആദ്യം ഞാൻ അങ്ങോട്ട് അയച്ചു, പിന്നെ പുള്ളിക്കാരി ഇങ്ങോട്ട് അയച്ചു. കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും കടിതമേ. പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാനാ. അതെ, നമ്മുടെ നിജിൽ വിളിച്ച് റീചാർജ് ചെയ്യാൻ പറ്റും. ഉന്നെ എണ്ണി പാർക്കയിൽ കവിത കൊട്ട് അത് എഴുത നിനക്കീൽ വാട്ടി മുട്ട്. കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും. എന്താ ചന്തേ ഗുഡ് മോർണിംഗ്. നിങ്ങൾ എഴുതോ സിറ്റോ. ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു എന്താണെന്ന് വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോട്ട് ഒരു കുഴപ്പമില്ല. ചേട്ടാ 2 ബീഫ് റോസ്റ്റും 3 കുറ്റി പുട്ടും. എനിക്കൊരു പുട്ടും പഴം. സാറിനൊന്നും വേണ്ട. എനിക്ക് പഴം പഴം. സാറിന് ഒരു പുഴുങ്ങിയ പഴം. പുഴുങ്ങിയാണോ? 2. യെസ്. ജോർജ്, എന്താ സാർ? എന്റെ ഉമ്മ എനിക്ക് പെണ്ണാലോചിക്കുന്നുണ്ട്. അതെ, നല്ല. അപ്പൊ ഞാൻ എന്റെ സ്വപ്നങ്ങളിൽ കണ്ട പോലത്തെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടുമുട്ടി. വളരെ നല്ല കാര്യം. അതെ, പക്ഷെ ഞാൻ ഈ കാര്യം മിസ്സിനോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. മിസ്സാ? ഏത് മിസ്? ആ പുതിയ തമിഴ് ടീച്ചറല്ലേ? അല്ല സാർ, അപ്പൊ വീട്ടിലൊക്കെ പ്രശ്നം ഉണ്ടാവില്ലേ? അതിനാദ്യം സാറ് ടീച്ചറിന് പറഞ്ഞിട്ട് മതിയല്ലോ വീട്ടിൽ പറയേണ്ട കാര്യം. മതിയല്ലേ? അപ്പൊ ജോർജ് എന്നെ ഒന്ന് സഹായിക്കണം. ജോർജ് ഇടക്കിടക്ക് എന്നെ കുറിച്ച് കുറച്ച് പൊക്കി പറഞ്ഞു അല്ല സാർ? അതെ, വിമൽ സാറിന് നല്ല മനസ്സാണെന്നും വിമൽ സാറിന്റെ കൈ കുറെ പൈസയൊക്കെ ഉണ്ടെന്ന്. സ്പോർട്സ് പറഞ്ഞു. വിമൽ സാർ നന്നായി ഓടും ചാടും, നന്നായി പാട്ട് പാടും. വേണ്ട, പാട്ട് വേണ്ട സാർ. പാട്ട് വേണ്ട? വേണ്ട, ബോറായി. ഡാൻസ് പറയാം. നന്നായി ഡാൻസ് ചെയ്യും. ഞാൻ ഡാൻസിന്റെ കാര്യം പറയാം. ഞാൻ പറയാം. എന്നാ പിന്നെ ഞാൻ ഓടുന്ന കാര്യം പറയാം. എന്തെങ്കിലും പറയും. വേറെന്തോ വിട്ടുപോയല്ലോ. പഴം വന്നില്ല. പിന്നെ വിമൽ സാറിന് തമിഴ്നാട്ടില് ഒരു സ്ഥലം ഉണ്ടെന്നൊക്കെ പറയാമല്ലോ അല്ലേ? എന്നാ പിന്നെ കൊടൈക്കനാൽ പറയാം സാറേ, അവിടെ ടീച്ചറിന്റെ വീട്. അത് നല്ല. കൊടൈക്കനാൽ വേണ്ട. തിരുച്ചി, സേലം, ഊട്ടി. ഊട്ടി നന്നായിരിക്കും. ഊട്ടി കൊള്ളാം, നല്ല സ്ഥലമാണ്, നല്ല തണുപ്പിക്കണം. അപ്പോ നല്ല എന്തോരം സ്ഥലം ഉണ്ടെന്ന് എന്തോരം സ്ഥലം ഉണ്ടെന്ന് പറയും. ഒരു 20-30 ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞു. അല്ലേ? കുറച്ച് കൂട്ടി പറഞ്ഞു. അവിടുന്ന് സ്ഥലത്തിന് വിലയൊന്നുമില്ല. എന്നാ സാറിന് ഊട്ടിയിലൊരു 50 ഏക്കർ. 50 ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു എടുപ്പ് വേണം. ഒരു 900. അയ്യോ, 900? സാറെ പറയാം. സാറിന് 900 ഏക്കർ എന്നൊക്കെ പറഞ്ഞാ അല്ലേ? പിന്നെ വെറുതെ പറയണല്ലേ? അല്ല, ഈ 900 ഏക്കറിൽ എന്ത് കൃഷിയാണെന്ന്? എന്ത് റബ്ബർ? ഊട്ടിയിൽ റബ്ബർ. ഊട്ടിയിൽ ചക്ക. ഊട്ടിയിൽ റബ്ബറില്ലേ? പോടും. ഊട്ടിയിൽ ക്യാരറ്റ്.
ക്യാരറ്റ് ക്യാരറ്റ് കൊള്ളാം. ഊട്ടിയിലേലം ഏലം മതി. ആ ഊട്ടിയിലെ തൊട്ടുള്ള സാർ. ഓക്കെ നല്ല നല്ല അതുകൊള്ളു. സബർജില്ലി പറഞ്ഞാൽ മതിയായിരുന്നു. ആ വെരി ഗുഡ്. അടിപൊളി കേട്ടോ. 900 ഏക്കർ സബർജില്ലി ഊട്ടിയിൽ ഫിക്സ് ചെയ്യാല്ലേ? ഒരു കുളയല്ലോ. കുളമല്ലേ? മുതലേ മുതല വേണ്ട. മുതലേ വേണ്ട. അപ്പൊ സാറിന് 900 ഏക്കർ തോട്ടം കൂട്ടി സബർജില്ലി. ആരാടാ വിളിച്ചത്? അല്ലേ? ബീഫ് പോരട്ടാ. അതിനും ആരാടാ വിളിച്ചത്? സാറേ പോ. നിങ്ങള് ക്ലാസ്സിൽ കയറുന്നില്ലേ? ഓക്കെ. ഇന്നിപ്പോ എനിക്ക് കയറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്റെ പേര് പറഞ്ഞാൽ മതി. ശരി കേട്ടോ. അല്ലല്ല, ഏതൊരു പക്ഷെ കാണാൻ കിടില്ലോ. നല്ലൊരു ജിമ്മനാ. ആ കണ്ടിട്ട് മുറച്ചിറക്കം എന്നാ തോന്നുന്നേ. എന്തേ? എടാ ഞാൻ പോവാ, എനിക്ക് അവളെ ഒന്ന് കാണണം. ஹாய், நான் உங்களை தான் தேடிட்டு இருந்தேன். இது என்னோட கசின் அறிவழகன். அறிவன் தான் கூப்பிடுவோம். சரி, அது ஷம்பு. ஹாய் ஷம்பு. இது கோயா, என்னோட ஸ்டூடெண்ட்ஸ். இது ஜார்ஜ். ஹாய் ஜார்ஜ். ஸ்டூடெண்ட் தான். Oh, okay. You guys gonna have lunch. You guys wanna join? നൈസ് ക്യാൻറ്റീൻ. അവിടെ ചിക്കൻ ബിരിയാണി കിട്ടുമോ? മലയാളം അറിയൂ? കുറച്ച്. ബാ കം. യാ ഷുവർ. ഇത് വലിയ ചതിയായി പോയി. ഇനി ശില്പ തന്നെ ഷെയർ. ഒരു ഹാഫ് ചിക്കൻ ബിരിയാണി കൊണ്ടൊന്ന് ഷെയർ ചെയ്യോ? ആരാ ശില്പ? അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഫോണിൽ കൂടെ എന്തും നടക്കും. നമ്പർ നോട്ട് ചെയ്തോ? എടാ ഉമ്മ കിട്ടു. സാറ് ചേട്ടനായിരിക്കുമല്ലേ? സാർ എനിക്കൊരു കരിമീൻ അല്ല നെയ്മീൻ ഫ്രൈ കൂടി പറയോ? തോണപ്പൻ ചേട്ടാ, ഒരു നെയ്മീൻ ഫ്രൈ സാറിന്. അവനെ നോക്കി, നല്ല ബോഡി, കാണാനും ഭംഗിയുണ്ട്. എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ സാറേ? അച്ചാറും കൊള്ളാം. എനിക്ക് മുടിയില്ല. സാറിന് മുടിയില്ലാത്തത് നല്ലത്. നല്ല രസമുണ്ട്. സാറിന് മുടിയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വെറുതെ പോയാനെ സാറേ. ഇതാണ് നല്ലത് സാറേ. ഞാനേ എന്താ പറക്കാൻ പോണ? ചെറിയ വിഗ്ഗൊക്കെ ഉണ്ടല്ലോ ഈ സിനിമയിലൊക്കെ വെക്കുന്നുള്ളൊരു സാധനം സെറ്റ് ചെയ്താലോ? സാറൊക്കെ വിഗ് വെച്ചിട്ടുണ്ടെങ്കിൽ കാക്ക ഷോക്ക് അടിച്ച് വീണ് ലോറി കയറി പരന്ന് ഉണങ്ങിയ സാധനം തല വെച്ച് എങ്ങനെ ഇരിക്കും? അതുപോലെ ഹെൽത്തിലെങ്കിലും പിടിച്ചിക്കാലോ. നമുക്ക് ആ മീൻ കഴിച്ചിട്ട് എനിക്ക് തീരുമാനിക്കാം. ഓക്കെ ആഹാ. അയ്യോ ചോറ് പറ സാറേ. എന്താ പറയാ? അല്ല നെയ്മീൻ വന്നേ. ഞാൻ ചോദിച്ചാൽ ലോനപ്പഞ്ചരം കളിയാക്കും. സാറ് പറ. ലോനപ്പൻ ചേട്ടാ. എന്താ സാറേ? സാറിന് പിന്നെ ചോറ് വേണമെന്ന്. സജി, ശിവൻ സാറിന് കുറച്ച് ചോറ് കൊടുത്തേ. എനിക്കൊന്നും ஏதாவது வேணுமா? நீங்க தமிழா? இல்ல, நம்ம கோடம்பாக்கம் லிபர்ட்டி தியேட்டர் இல்லையா? ஆமா. அதுக்கு எதிரில் ஒரு டீ கடையில் தான் இருந்தேன். ஓ அப்படியே, அதான் யோசிச்சுட்டு இருந்தேன். தமிழ் எப்படி இவ்வளோ நல்லா பேசுறீங்கன்னு. கிட்டத்தட்ட ஒரு 3 வருஷம் நான் அங்கே இருந்தேன். ஓ ஓகே ஓகே ஓகே. ஆமாம், நீங்கள் எந்த ஊர்? நான் கொடைக்கானல் தான். மலர்மணி ஸ்வீட் பக்கத்தில் தான் இருக்கேன். ஓ, மலர் மிஸ் ஃப்ரெண்டா? இல்லை, கசின் நான். സാറേ അവൻ കാമ്പിനായിരിക്കും. അല്ല ചേട്ടനായിരിക്കുള്ളൂ അല്ലേ? കണ്ട ചെവിയൊക്കെ ഒരേപോലെ അല്ലേ? അതെ, കാഴ്ചയിൽ ഏതാണ്ട് അല്ലേ?
സാറിന് പോറായല്ല. നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല. അറിവഴകൻ എന്താ അഴക്, അടിപൊളി പയ്യൻ. പിന്നെ അവൾ ഉഗ്രം ബോഡി, നല്ല ഉഗ്രം ചിരി. എനിക്ക് ഇനിയും സംശയം. തനിക്കെന്താണ് ഒരിക്കലും തീരാത്ത സംശയം? എന്ത് പറഞ്ഞാലും സംശയം സംശയം. ഞാൻ റമ്മിയുടെ കാര്യമാണ് പറഞ്ഞു. അയ്യേ ചമ്മി ചമ്മി. പത്തിട്ട് പത്ത് അതിന് എൻ്റെ കളിയില്ലാന്നേ. ഇനി അവൻ പോയിക്കാണ്. എനിക്ക് തോന്നല്ല, മിക്കവാറും ഇന്ന് ഇവിടെ നിൽക്കാനായിരിക്കും സാധ്യത. എടാ അവളാണ്, അവളുടെ അവൻ്റെ ഒപ്പം ഡിന്നർ കഴിക്കാൻ വിളിക്കരുത്. ഞങ്ങൾ എന്തായാലും വരില്ല, നീയും പോവാൻ നിൽക്കരുത് കേട്ടാ. പോവാൻ നിൽക്കരുത് കേട്ടാ. ഹലോ. ஹாய் ஜார்ஜ், என்ன பண்ணிட்டு இருக்கீங்க? ഞങ്ങൾ ഡിന്നർ കഴിച്ചു. அப்படியா? என்ன சாப்பிட்டீங்க? എന്താ കഴിച്ചത്? ഡിന്നർ എന്താ കഴിച്ചത്? പൊറോട്ടയും ബീഫും. ഞാൻ പൊറോട്ടയും കടന്നു. അതാരാ കഴിച്ചത്? അതുകൊണ്ട് പൊറോട്ടയും ബീഫും കഴിച്ചു. நான் அறிவு கிட்ட உங்களை என்னோட ஸ்டூடெண்ட்னு இன்ட்ரடியூஸ் பண்ணது பிடிக்கல. ஆமா. தோட்டாய்ஸா? ഞാൻ ഉനക്ക് സ്റ്റുഡന്റാ? ஆமா, என் ஸ்டூடெண்ட் தானே. கோவப்படாத என்ன. அவன் அப்படியே கிளம்பிட்டான். நான் அங்கே துணி வாஷ் பண்ணிட்டு இருந்தேன்னா அதனால தான் ஃபோன் எடுக்கல. சாரி. ഓ, நாளைக்கு வரும்போது நீ மல்லிப்பூ வாங்கிட்டு வரியா? മല്ലിപ്പൂ പൊടി വന്ന് ഇവിടെ. ஜாஸ்மின் ஃப்ளார். நான் கோயிலுக்கு போகும்போது பூ போட்டுட்டு தான் போவேன். ഓ, മുല്ലപ്പൂവാ? ആ, അത് ഞാൻ വാങ്ങിയിട്ട് വരാം. சரி, நான் இப்போ துணி வாஷ் பண்ண போகிறேன்னு. ഓക്കെ, ഗുഡ് നൈറ്റ്. யா, குட் நைட். എന്താണ്? ആര് പറഞ്ഞു? ഒരേ നമ്പർ വേണമെന്ന് തുടങ്ങിയപ്പോഴാണ് നിന്നോട് ചോദിച്ചല്ലേ. മതി, അന്നെടുത്തിക്കോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും പൂജ്യം. ഈ മല്ലിപ്പൂ ഇവിടെ കിട്ടും. മല്ലിപ്പൂ? മല്ലിപ്പൊടിയാണോ? ഓ സോറി, മുല്ലപ്പൂ ഇവിടെ കിട്ടും. രാവിലെ പോകേണ്ടി വരും. ആ റെയിൽവേ സ്റ്റേഷനിൽ കിട്ടും. അതും ഒറ്റയ്ക്ക് പോകേണ്ടി വരും കേട്ടോ. ഞങ്ങളാരും വരില്ല. മല്ലിപ്പൂ. എടാ നാളെ രാവിലെ പോയാൽ മതിയില്ലേ? എന്താണ് വാന്ന്? അത് ഞാനൊന്നുമില്ല. അതെ, പിന്നെ ഒരു കാര്യം, നീ പോകുമ്പോ നീയായിട്ട് പോകണ്ട. അപ്പൊ നിങ്ങൾ വരില്ലേ? അതല്ല, 3 പേരെ കൂടി പോയി കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. എന്താ? നല്ലോണം പഠിക്കുന്ന, നല്ല സൽസ്വഭാവ എന്താ സൽസ്വഭാവം, അതുപോലെയൊക്കെ പോയാലേ ശരിയാവുള്ളൂ. എടാ എന്തെന്നാ പറയുന്നത്, ആദ്യത്തെ ദിവസം തന്നെ അടിച്ച് ഫിറ്റായി ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാണ്. പിന്നെ എന്തെന്ന് സൽസ്വഭാവി ഇവൻ പറയുന്നത്. ഇത് ജോർജ്, എന്നോട് ഫ്രണ്ട്. ഇത് മലർ, നന്ദിനി, റൂംമേറ്റ്. ജോർജിന്റെ വീട് എവിടെയാ? എൻ്റെ വീട് ഇവിടെ പരിസരത്തൊക്കെ തന്നെ. കോതക്കാണോ? അയ്യോ, കോള് വരുന്നേ. പേരൈ വള്ളി. ഹേ, തെളിമാനം മഴവില്ലിൻ നിറമണിയും നേരം നിറമാർന്നൊരു കനവെന്നിൽ തെളിയുന്ന പോലെ പുഴയോരം തഴുകുന്നീ തണുവീറൻ കാറ്റും പുളകങ്ങൾ ഇഴനെയ്തൊരു കുഴലൂതിയ പോലെ കുളിരേകും കനവെന്നിൽ കതിരാടിയ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമരുവും മയിലിണകൾ തുയിലുണരും കാലം എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ
മലരെ നിന്നെ കാണാതിരുന്നാൽ മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ അലിവോടെന്നരികത്തിന്നണയാതിരുന്നാൽ അഴകേകിയ കനവെല്ലാം അകലുന്ന പോലെ ഞാൻ എൻ്റെ ആത്മാവിനാഴത്തിനുള്ളിൽ അതിലോലമാരോരും അറിയാതെ സൂക്ഷിച്ച താളങ്ങൾ രാഗങ്ങൾ ഈണങ്ങളായി ഓരോരോ വർണ്ണങ്ങളായി ഇടറുന്നൊരെൻ്റെ ഇടനെഞ്ചിനുള്ളിൽ പ്രണയത്തിൻ മഴയായി നീ പൊഴിയും നീ നാളിൽ തളരുന്നൊരെൻ്റെ തനുതോറും നിന്റെ അലതല്ലും പ്രണയത്താൽ ഉണരും മലരേ അഴകേ ஷர்ட் நல்லா இருக்கு. ഷർട്ടല്ല കുർത്തയാണ്. குர்தா കേരള സാരി സൂപ്പറാ இருக்கு. കുളിരേകും കനവെണ്ണിൽ കതിരാടിയ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമരുവും മയിലിണകൾ തുയിലുണരും കാലം എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ നമുക്ക് ആദ്യം സിമ്പിൾ സ്റ്റെപ്പ് നോക്കാം. ഓക്കെ ഗ്ലാസ് വയ്ക്കുന്നു. ഗ്ലാസ് സ്റ്റെപ്പ് ഒന്നും കറക്റ്റ്. ഓരോ ഡാൻസിനും ഓരോ ഗ്ലാസ്. അതാണ് ഡിക്രോസിൻ്റെ സ്റ്റെപ്പ്. മോനെ വേണ്ടി പ്ലേ റെഡി വാ വാ പൊസിഷൻ വാപ്പൊക്കെ ഡാൻസ് ചെയ്ത് നിങ്ങൾ കോൺസെൻട്രേറ്റ്. അത് വേണ്ട ഹലോ അൻസി എന്താണ് പറ. ഞാൻ പഠിപ്പിച്ച സ്റ്റെപ്പ് കളിക്കുന്നില്ലേ മമ്മൂട്ടി അപ്പച്ചനില്ല വീട്ടില്. നേരത്തെ പറയണ്ടേ ഇതിപ്പോ ഡാൻസ് പഠിപ്പിക്കുക ഇവിടെ വന്നേക്കല്ലേ. പിള്ളേരേ ഉള്ളൂ, 3 ആമ്പിളരേ ഉള്ളൂ, പെൺകുട്ടികളൊന്നും ഇല്ല. ഇത് കാണിക്കേയില്ലല്ലോ. ഇത് ഒരു ലൈൻ പോലും നിർത്തട്ടോ. ഫുൾ ടൈം ഫോണിലും. ഞാൻ നിന്നെ വിളിക്കാതിരിക്കുമോ? ഒരു ഡാൻസ് പിടി കേട്ടില്ല. എന്തിനു പറയുന്നു വാടാ. അങ്ങനെ പറയാം. എന്നെ ഞാൻ ഇന്നല്ലേ വിളിക്കാതിരുന്നുള്ളൂ. അപ്പോഴെങ്കിൽ പെണ്ണാമോ?
പിണങ്ങല്ലേ? ഒരു മിനിറ്റ്. ഞാൻ വിളിക്കാം. എന്താ കിച്ചണില് കുക്കിംഗ്? എന്റെ പേര് ഷിയ. എന്റെ പേര് ഡിക്രൂസ്. എനിക്ക് വേറൊരു പേര് കൂടിയുണ്ട്. ഒരു ഡാൻസർ ഇല്ലാതെ അതാണ് ഇവിടെ എന്റെ അടുത്ത് ആളുണ്ട്. ഡോളി സൂപ്പറാ. എന്റെ എന്റെ പോയ ഡോളി പൊട്ടനാ. നിന്റെ അത് ഫുള്ള് ഉറുമ്പാണോ? നിന്നെ ആ ബോൾ വിളിച്ചു. ഹലോ, എന്താ ഭയങ്കര ബിസിയാണോ? മലയാളം? അതെ അതെ അതെ, പിന്നെ മലയാളം. சரி நீங்க என்ன பண்ணிட்டு இருக்கீங்க? இப்போ வந்து டான்ஸ் மாஸ்டர் சர்ச்சிங். ஒருத்தன் வந்து ஃபுல் டைம் ஃபோனில் பேசுகிற டைப். வேணும்னா நான் கோரியோகிராஃப் பண்ணட்டா? டான்ஸ் அறியும். யாரை பார்த்து என்ன கேள்வி கேட்குறீங்க? ஆனால் அந்தளவுக்கு இல்லை, ஏதோ ஒரு ஸ்டேட் லெவலில் ப்ரைஸ் வாங்கியிருப்போம். ஓ அப்படியா? என்ன டான்ஸ்? இந்த குச்சிப்புடி, பரதநாட்டியம்? இல்லை, பிரேக் டான்ஸ். Rewind and play one more time. സ്റ്റെപ്പ് കുറച്ചും കൂടി ഈസി ആക്കാമോ? போட்டுடலாம். ഓക്കെ. ഭയങ്കര സിമ്പിൾ. അല്ല ഒരിക്കലും എന്നാ വേറൊരു സാധനം ചില്ലും കൂട്ടി പെട്ട സാധനം. ഡിഷ്ക ഡിഷ്ക തിരിഞ്ഞു അങ്ങനെ 1 2 തിരിഞ്ഞ ഇവിടെ വെച്ചിട്ട് ഇവിടെ കൈ വെച്ചിട്ട് തിരിയ കാലിന്റെ കൈ നോക്ക്. ചോദിക്കണം എന്താണെന്ന് അറിയോ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല സാർ. അങ്ങനത്തെ സാധനമൊക്കെ വെച്ച് മിസ്സിന് ഇംപ്രസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് പാടില്ലേ പറ്റുള്ളൂ. നോക്കി സാറേ, ഇത് സിമ്പിൾ അല്ലേ? ഇത് ഹൊറിബിളാണ്, ഹൊറിബിൾ. നോക്കി അത് കണ്ടിട്ട് അവന്മാര് എന്നെ പേടിച്ചു ഓടാൻ. സാറേ നമുക്ക് പോവാം. ഇതൊക്കെ ഭയങ്കര പാടാണ് സാറേ, എനിക്ക് പറ്റില്ല. അല്ലല്ല പാട്ട് പാടാല്ലേ? ഓ അതായിരിക്കും നല്ലത് സാറ്. പാട്ടോ കഥാപ്രസംഗം എന്തെങ്കിലും പാട് വന്ന് ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ കയ്യും കാലും ഓടിയും. വാ, പാട്ട് മതി.
മൂസ അവൻ പോയിന്ന്. അവനവിടെ പോയി. അവൻ എങ്ങാണ്ട പോയാ എനിക്കറിയാം. അവൻ കളിക്കാൻ വരുന്നില്ലേ? അവൻ കളിക്കാൻ മന്നില്ല. എനിക്ക് ജസ്റ്റിനാണ് സംശയം. അവൻ എന്താണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നണം. അവന്റെ അണ്ണാക്കിലിട്ട് കൊണ്ടുകൂട്ടി. എന്ത് ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരാൾക്ക് നമ്മൾ എവിടെ പോവും? നിന്നോട് ഞാൻ ഒരു 1000 തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ ടീഷർട്ട് ഇട്ടുകൊണ്ട് പുറത്തോട്ട് വരുന്നു. എടാ ടീഷർട്ട് ഞാൻ അലക്കി തരാ. നീ എന്നാണ് എന്നാണ് നീ അലക്കിയേക്കണത്? ഞാൻ നൂലൊക്കെ പണിയിട്ടാ ഓ നിർത്തി. നിങ്ങൾ എപ്പോഴുള്ള ടീഷർട്ട് കോൾഗേറ്റ് പേസ്റ്റ് എന്നൊക്കെ പറഞ്ഞോണ്ട് എന്റെ പുത്തൻ ടീഷർട്ടാണ് ഞാൻ പോലും ഇട്ടുള്ളൂ. മാടാന്നിരുന്ന് കുടിക്കാണ്ട് ഇങ്ങോട്ട് തന്നേ. എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ ഇവിടെ ആളില്ല. മാങ്ങാത്ത ടീഷർട്ട് തരാം. അതെ ഒരു പണി ഇതല്ല, നമുക്ക് പുറത്തുനിന്ന് മണ്ടത്തരം പറയല്ലേ. പുറത്തുനിന്ന് ആളെ ഇറക്കി എങ്ങനെ കണ്ടുപിടിക്കില്ല? നിനക്ക് പ്രിൻസിപ്പാൾ അറിഞ്ഞോണ്ട് അയാൾ മണത്ത് കണ്ടുപിടിക്കും. പിന്നെ 10-400 പിള്ളേരും എല്ലാം കയറുന്നുണ്ട്. അതിനിടയിൽ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? എടാ ഈ ക്ലാസ്സിലൊന്നും കയറാത്ത ആരോ അല്ലാതെ പിള്ളേരില്ല, അവരെ ആരെല്ലാം കരുതിക്കോളും. നമ്മളൊക്കെ പോലെ ഉള്ള ആൾക്കാർ. എടാ പുല്ലേ മലർ മിസ് എന്ത് പറയും? മലർ എന്ത് പറയും? അത് ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞ മലർ കേക്കില്ല എനിക്ക് തോന്നണ്ടോ? കേട്ടാ മതി. അല്ല ഇപ്പൊ ആരെയും ഉദ്ദേശിക്കണം അതെന്ന് പറഞ്ഞു. നമ്മുടെ പള്ളിയിൽ സീൽസിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ അത്യാവശ്യം പാട്ടും പാടും ഡാൻസും കളിക്കും. അവനോട് വിളിച്ചാലോ? ജോജോ. നല്ല അടിപൊളി പാട്ടാണ്. ഡാൻസ് കളിക്കാൻ. അതെ വലിയ ബലമൊന്നും സ്റ്റെപ്പ് തുടണ്ട. ഞങ്ങൾ ഓൾറെഡി ഡാൻസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് സാറൊന്ന് കളിച്ചെന്നാ മതി. അല്ല മിസ്. മിസ് മിസ് ആരാണ്? ഞങ്ങളെ പഠിപ്പിക്കുന്ന മിസ് മലർ മിസ്. അല്ലത് ഇപ്പൊ എന്തിന്റെ പരിപാടിക്കാണത്? കോളേജിനെ പരിപാടിക്ക്, ആർട്സിനെ പരിപാടിക്ക്. അയ്യോ കോളേജിലെ നാടോടി നൃത്തത്തിനും പരിപാടിക്കൊന്നും ഞാൻ കളിക്കൂലട്ടോ. ഈ പാട്ടിയുടെ നിനക്ക് നാടോടി നൃത്തമായിട്ട് തോന്നണ്ട? ഇല്ല. ആ പിന്നെ എന്താണ്? അതല്ലേ പറഞ്ഞ നാടോടി നൃത്തം ഞാൻ കളിക്കൂലായിരുന്നു. ഇതിപ്പോ കളിക്കാം. പഠിപ്പിച്ച பாட்டொண்டு பாட போறேன்டா, ஆடாம இருக்க முடியாதுடா, ஊரெல்லாம் விசிலு பறக்குதுடா, இது குத்தாட்டம் ராக்காட்டம் நீ கேளுடா. பாட்டொண்டு பாட போறேன்டா, ஆடாம இருக்க முடியாதுடா, ஊரெல்லாம் விசிலு பறக்குதடா, இது குத்தாட்டம் ராக்காட்டம் நீ கேளுடா. ராக்குனா அங்க வெயிட்டுடா, குத்துனா இங்க கெத்துடா, ரெண்டுமே கலந்தா மாசுடா. சே டோ ரே மீ ஃபா சோல் லா டி டோ. ராக்கு குத்து சேர்ந்து வந்தா ராக்கா குத்து இது தாண்டா. ராக்கு குத்து சேர்ந்து வந்தா ராக்கா குத்து இது தாண்டா. நீ குடிச்சு பாரு பையா, வெள்ளக்கார சோட்டா அது பேரு கொக்கோ கோலா. 8000 வாட்ஸ் பல்பு அது எரிய தேவை பவர், அத குறைக்குது பாட்டாக்கு, அட நமக்கு மேல காட்டு. எட்டுக்கு போட்டி வேணாண்டா, எல்லாமே ஒண்ணு இசைதாண்டா. நான் சொல்லும் கருத்தும் இதுதாண்டா. சைசா ரேகா மாப்பா தனிசா. ராக்கு குத்து சேர்ந்து வந்தா ராக்கா குத்து இதுதாண்டா. ராக்கு குத்து சேர்ந்து வந்தா ராக்கா குத்து இதுதாண்டா. ஏய் மாசுக்கிட்டே, ஏய் வெயிட்டுக்கிட்டே,
പെർഫോമൻസ് കാഴ്ചവെച്ച നമ്മുടെ ജോർജ് ആൻഡ് പാട്രിക്ക് വേണ്ടി നല്ലൊരു ഞാൻ എത്ര സ്റ്റേജ് എടാ തകർത്തു പൊളിച്ചു അടിപൊളിയായിരുന്നു വൈകിട്ട് ഭാർഗവില് ഓക്കെ ശംഭു നമുക്ക് പിന്നെ കാണാം. അല്ല അത് പിന്നെ എങ്ങനെ പരിപാടി പരിപാടി അടിപൊളിയായിരുന്നില്ലേ? അടിപൊളിയുണ്ട് അല്ല കാശെന്നേ ഞാനിപ്പോ തന്നെ പോയിക്കോളാം. കാശ ഞാൻ പൈസക്കാണ് കളിക്കാൻ പോണു. ₹1000 അതാണ് എന്റെ പേയ്മെന്റ്. 1000 രൂപ എന്താണ് ചേട്ടാ ഞങ്ങളുടെ കയ്യിൽ ഇതേ ഉള്ളൂ. ഒന്ന് പോട്ടെ നീപ്പിച്ചല്ലേ പൈസ നാളെ എങ്ങനെ തരാന്ന് അല്ലെങ്കിൽ ഞാൻ നാളെ കോളേജിലേക്ക് ഒരു ഉണ്ടോ പറഞ്ഞേക്കാം. തലയില് മുണ്ടിട്ടോ നാളെ കാശെന്നില്ലെങ്കിൽ നിന്റെയൊക്കെ മുണ്ട് ഞാൻ ഊരും. സ്കൂളിലും കോളേജിലൊന്നും പോകാത്തത്. അയ്യോ சூப்பரா இருந்துச்சு. அப்படியே பட்டைய கிளப்பிட்டீங்க. எனக்கே விசில் அடிக்கணும் போல இருந்துச்சு தெரியுமா? என்னவளே அடி என்னவளே இந்த உலகத்தை தொலைத்து விட்டே போட பற்றமோன்னு போட அது துளைந்த இடம் அந்த இடத்தையும் தொலைத்து விட்டே கால் கொலுசில் அது துளைந்ததென்ன காலடி தேடி வந்தேன் காதல் എന്റെ ഗ്ലാസ് സാറെടുത്തോ സാറെടുത്തോ அறிவு வெயிட் பண்றான். நான் போயிட்டு வரேன். മലർ മിസ് യു. ബൈ. ശംഭു പോയിട്ട് വരാം. കൊള്ളാമോ? போலாம். ഡൗട്ട് ചോദിച്ചോ? അത് നമ്മളെന്തിനാ പ്രണയിക്കുന്നത്? അളിയ ഈ പ്രണയം പ്രേമം എന്നൊക്കെ പറയുന്ന ഒരു ഫീലാണ്. ഭയങ്കര ഫീലാണ്. അതായത് നമുക്ക് ഇങ്ങനെ നമുക്ക് ചിലരെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഈ സംഗീതം അതായത് നീ ഇളയരാജയുടെ പാട്ടിലുണ്ട് ചില പാട്ടുകൾ കൺമണി അൻപോട് കാതലൻ എന്റെ വീടിന്റെ മുകളിൽ അപ്പൊ അത് ഭയങ്കര പ്രശ്നമാവൂലോ? മാറ്റിക്കോ കാമുകനോട് മാറ്റിക്കോ. കാമുകിനെ നീ കൊടൈക്കനാലോ കൊടൈക്കനാലെങ്കിലും ഊട്ടിക്കോ അല്ലെങ്കിൽ ഊട്ടിലുള്ള ആ ഊട്ടിലുള്ള പ്രേമിക്കും. നീ ആ കുട്ടിനോട് യാത്ര പോവാം. ഈ യാത്ര പോകുമ്പോ ഉണ്ടാവുന്ന ജീവിതം ഞാനിപ്പോ യാത്ര പോകുന്ന സ്ഥലം മനസ്സിലായില്ല. മനസ്സിലാവില്ല. അതാണ് പ്രേമം. അതല്ലേ അടുത്ത കാണും വീണ്ടും ആരംഭിക്കും. ശംഭു മഞ്ഞലയിൽ മുങ്ങി തോന്നി This type describes the size and behavior of values and variables. Each new class you create adds another type that can be used as like symbol.
ആൻഡ് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഇല്ലെങ്കിൽ പറയണം കേട്ടോ. സാർ Notice, guest lecturer Malar has discontinued her teaching career here. She had met with an accident and has recovered safely. She is safe with her parents. Please pray for her fast recovery. ஜார்ஜ் ஹாய் ஹாய் கோயா ஷம்பு எப்படி இருக்கீங்க? நல்லா. இது ஃப்ரெண்டு ஆஃப்தாப். ஹாய். நேற்று தான் காலேஜில் இன்ஃபார்ம் பண்ணோம். நீங்கள் வருவீங்கன்னு நினச்சி கூட பார்க்கல. ஐ மீன் திஸ் ஷோஸ் ஹவ் மச் அஃபெக்ஷன் யூ ஹேவ் டுவர்ட்ஸ் ஹர். தி வர்ஸ்ட் பார்ட் இஸ் அவளுக்கு இப்போ எதுவுமே ஞாபகம் இல்லை. என்ன கூட யாருன்னு கேட்டா ஷி கைண்ட் ஆஃப் லாஸ்ட் ஆஃப் மெமரிஸ். நீங்கள் வந்தால் நல்லாயிருக்கும். சாரி நான் இங்கேயே பேசிகிட்டு இருக்கேன்னு தெரில. ஜஸ்ட் கம் இன். வாங்க உள்ள வாங்க. மலர் பாரு யார் வந்திருக்காங்கன்னு. வாங்க உள்ள வாங்க. இங்கெல்லாம் உன் ஸ்டூடெண்ட்ஸ். கேரளாவில் நீ டீச் பண்ணிட்டு இருந்தேன்னு சொன்னேன் இல்லையா? ஓகே. இது ஜார்ஜ். ஹாய் ஜார்ஜ். அது ஷம்பு. ஹாய். கோயா அப்புறம் ஆஃப்தாப். அவங்க மலரோட அம்மா. நீங்கள் பேசுங்க, நான் வந்துடுறேன். அம்மா இதை வாங்கணுமா? மல்லிப்பூ. ஐம் சாரி, உங்கள் பேர் என்ன சொன்னீங்க? ஜார்ஜ். George. You were saying something. எங்க போறீங்க? என்னாச்சு? ஒரு நிமிஷம்.
ഞാൻ കൊടൈക്കനാൽ പോകണം. എന്തിനു? അറിവഴകം വിളിച്ചിരുന്നു. അവരുടെ കല്യാണമാണ്. അതുകൊണ്ട് പ്രീ വെഡിങ് റിസപ്ഷനോ എന്തോ. നീ കൊടൈക്കനാൽ പോകണ്ട. ഞാൻ പോകും. എത്ര പ്രാവശ്യം പോയതാ? ഞാൻ പോയിട്ട് അവരുടെ അടുത്ത് പറയും. എന്ത് പറയാൻ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടമെന്ന് പറയും. എടാ, അവൾക്ക് എന്റെ പേര് പോലും ഓർമ്മയില്ല. പിന്നെ നീ അവിടെ കൊണ്ട് ഇഷ്ടമെന്ന് പറഞ്ഞ എന്ത് കാര്യം? എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ പോവും. എടാ, എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളും ഇഷ്ടമാണെന്ന്. പക്ഷെ അവരുടെ മുമ്പിൽ നീ വേറെ സ്റ്റുഡന്റാ, അവള് ടീച്ചറും. എനിക്ക് ആരുടെ മുമ്പിൽ തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ, തെളിയിക്കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ എന്താ വഴിയുള്ള? ഈ കാര്യം വേറെ ആർക്കാ അറിയാവുന്ന? മലറിനല്ലാണ്ട് എല്ലാവരും മുമ്പിൽ തെളിയിക്കുന്ന നിർബന്ധമുണ്ടോ? എന്റെ സ്ഥലത്ത് നിങ്ങൾ നീ ഇവിടെ കള്ളം കുടിച്ച് തീർന്നു വിളിച്ചിരിക്കോ? എടാ ചോർത്ത്, നീ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. പ്രാക്ടിക്കലും പറയാൻ ഭയങ്കര എളുപ്പമാണേ. ഈ സ്ഥാനത്ത് നിന്ന് നോക്കൂ. എടാ പുല്ല്, നിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവുന്നിട്ടല്ല. ഞങ്ങൾക്ക് വരാൻ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ അവിടെ പോയിട്ട് എന്ത് കാണിക്കാനാ? അവിടെ നമ്മൾ പോയല്ല, നിന്റെ പേര് പോലും അവൾ ഓർത്തില്ല. ഇവിടെ കിടന്ന് മോങ്ങില്ലേ നീ? ഇനി മതി. മലരേ നിന്നെ കാണാതിരുന്നാൽ മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ, അലിവോടെന്നരികത്തിന്നണയാതിരുന്നാൽ അഴകേകിയ കനവെല്ലാം അകലുന്ന പോലെ, ഞാൻ എൻ്റെ ആത്മാവിനാഴത്തിനുള്ളിൽ അതിലോലമാരോരും അറിയാതെ സൂക്ഷിച്ച താളങ്ങൾ, രാഗങ്ങൾ, ഈണങ്ങളായി ഓരോരോ വർണ്ണങ്ങളായി ഇടറുന്നൊരെൻ്റെ ഇടനെഞ്ചിനുള്ളിൽ പ്രണയത്തിൻ മഴയായി നീ പൊഴിയുന്നീ നാളിൽ. തളരുന്നൊരെൻ്റെ തനുതോറും നിന്റെ അലതല്ലും പ്രണയത്താൽ ഉണരും മലരേ. അഴകേ മലരേ, എന്നുയിരിൽ വിടരും പനിമലരേ. പ്രമോദൻ, ഡോണന്റെ കാര്യം എന്തായി? അതിപ്പോ തീരും. ഇന്നെങ്ങനെ കഴുകി തീരോ? എടാ, ഡോണന്റെ പരിപാടി കേക്കിലേക്ക് അറിയിക്കും. ആ ശരി. ആ ജോജി ഇതുവരെ വന്നില്ലേ? ഏയ്, തമ്പുരാന്റെ സമയമാവണല്ലേ ഉള്ളൂ. എന്തായി പെണ്ണാണ് വന്നിട്ട്? ഓ, അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ധൃതി പിടിക്കണ്ട, സമയം നടന്നോളൂ. അത് വൃത്തിയാടി. ആ നേരെ കിട്ടൂടെ? സുപ്രഭാതം. ഇത് നനയ്ക്കവിടെ ആരും ഇല്ലേ? ബേബി ചേട്ടോ, ആ ഇത് നേരത്തെ ഉള്ളോ? ഹായ്, ഗുഡ് മോർണിംഗ്. എന്താണ് ലേറ്റ് ആയത്? എന്താ ലേറ്റ് ആയത്? അല്ല, വൈകിപ്പോയി. അതല്ലേ ചോദിച്ചാൽ എന്തുകൊണ്ടാണ്? അത് പണ്ടയുടെ ആണ്ടായിരുന്നു, പള്ളിയിലൊക്കെ പോയി വന്നു. ആണ്ടായിരുന്നു ചുള്ളി കുന്ത്രണം വെച്ചുകൊണ്ട് നടക്കണം. ഇന്ന് ഷേവ് ചെയ്തോ? നല്ല ഭംഗിയുണ്ടല്ലോ. നീ എന്തെങ്കിലും പിന്നെ ഷേവ് കണ്ടിട്ടില്ലേ? ഇല്ല, അല്ല കണ്ടിട്ടുണ്ട്. അതാ പറഞ്ഞ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ചെടി സാധനമൊക്കെ നനച്ചു വെച്ചൂടെ? അല്ല, ഞാൻ അവന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നനച്ചു വെക്കാനായിട്ട്. എടാ പ്രമോദ, അക്കൗണ്ട് ശരിയാക്കാൻ വേണ്ടി എന്തായി?
അത് ഞാൻ സി ഡ്രൈവിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. പോയി ഡ്രസ് മാറിക്കോ. എടാ പ്രമോദേ, ഇത് പുത്തൻ കാലം പുതുപുത്തൻ ലോകം ജനറേഷൻ തോറും മാറും പുതുലോകം ഇത് പുത്തൻ കാലം പുതുപുത്തൻ ലോകം ജനറേഷൻ തോറും മാറും പുതുലോകം ഈ ലോകത്തിൽ തിരക്കേറിയോടുമ്പോഴും തിരിഞ്ഞൊന്നു നോക്കുമ്പോഴും ചിരിക്കാൻ മറക്കല്ലേ നീ ഈ ലോകത്തിൽ മറക്കാൻ പഠിക്കുമ്പോഴും സഹിക്കാൻ പഠിക്കുമ്പോഴും ചിരിക്കാൻ മറക്കല്ലേ നീ എടാ ഇവിടെ വാലൻ പാർക്കിംഗ് ഇല്ലേ? താനിതൊന്ന് പിടിച്ചേ. എന്നെ പിടിച്ച് സാറേ ഈ ജാതി സാധനങ്ങൾക്കൊന്നും ഇവിടെ പാർക്കിംഗ് ഇല്ലാതാണ്. മുതലാളി കണ്ടു കഴിഞ്ഞാൽ ഇതാര് കുതിരപ്പുറത്ത് പെട്ടെന്ന് പറഞ്ഞ ഇതിനിവിടെ പാർക്കിംഗ് ഇല്ലാതാണ്. തന്റെ പേരെന്തോ? ബേബി. ബേബി ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇവനെ മനസ്സിലായില്ലേ? ഇല്ല. ഓ നമ്മുടെ ഗോപൂസ് മുമ്പിലേക്ക് വന്നോണ്ടിരുന്നല്ലേ. മഴയാ? ഐശ്വരി സൂക്ഷിച്ചു ഓർഡർ എടുക്കും. കൊള്ളാലോ. പേരെന്താ? ഐശ്വര്യ. ഐശ്വര്യ മാരീഡ് ആണോ? അല്ല. വീടെടുത്താണോ? ഇവിടുന്ന് കുറച്ചു ദൂരേ ഉള്ളൂ. ഓ, കഴിക്കാൻ എന്താ ഉള്ളേ? ഇവിടെ കഴിക്കാൻ ടീ ഉണ്ട്, കോഫി ഉണ്ട്, പിന്നെ കേക്ക്സ് ഉണ്ട് സർ. സ്വീറ്റ് ആയിട്ട് പേസ്ട്രീസ് ഉണ്ട്, കേക്ക്സ് ഉണ്ട് സർ. ഓ, അങ്ങനെയാണെങ്കിൽ ഒരു മാർബിൾ കേക്കും ഒരു മീഡിയം ചായ എടുത്തോളൂ. മീഡിയം ചായ ഇല്ല സർ, റെഗുലർ ചായ ഉണ്ട്, വിത്തൗട്ട് മസാല ഉണ്ട്, പിന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പോട്ടി ഉണ്ട്. പോട്ടിയോ? പോട്ടി സർ. ഐശ്വര്യ അവിടെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഓർഡർ ഞാൻ എടുത്തോളാം. പോട്ടിയല്ല, പോട്ടി. ആ, നീ ഏതാ? ഞാനിവിടെ വർക്ക് ചെയ്യുന്നതാണ്. ചായ അടിക്കാരനല്ലേ? അല്ല, ഞാനിവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. മാനേജറാ? അതെ. നല്ല അഹങ്കാരം ഉണ്ടല്ലോ എന്റെ മുഖത്ത്. സാർ ഓർഡർ വന്നോളൂ. ഒരു ചിക്കൻ സമൂസ എടുത്തോ. കോഴി ഐറ്റംസ് ഒന്നും ഇവിടെ എടുക്കാറില്ല സാർ. കോട്ടിട്ടാലും കോഴി എന്നുള്ള പേര് പോവില്ലല്ലോ. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി. നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ ഓക്കെ, ഓർഡർ വന്നോളൂ. താരാടർക്കാ ഏതേ കൊള്ളക്കാരൻ? നമ്മുടെ റെഗുലർ കസ്റ്റമർ ആണ്. ആണോ? അതെ. ആ ബണ്ണും പാൽച്ചായ എടുക്ക്. ബണ്ണും പാൽച്ചായ അല്ലത്, വെജ് സാൻഡ്വിച്ചും കോൾഡ് കോഫിയാണ്. എനിക്കറിയാം, ഞാൻ നിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. ഓക്കെ, ആ സംഭവം എടുത്തോ. ഇവൻ എന്നെ മനസ്സിലായില്ലേ? ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചൂടെ? ഒരു മാറ്റം. അവന് ഭ്രാന്ത്. അതെ, ഈ ടേബിളിലേക്ക് വെച്ചോ. ഈ ടേബിളിലേക്ക് തന്നാ മതി. ഹലോ. Hello. സുഖമായിട്ടിരിക്കുന്നോ? Sorry, what happened? Who are you? Who are you? വീട് Bombay? ബോംബെയോ? Yeah. എടാ മോനെ, അവിടെ തന്നെ വന്നത്. പിന്നെ ഇന്ത്യക്കാര് പറ്റില്ല, അപ്പോഴാണ് ബോംബെക്കാര്. മറ്റോടെ അല്ല, അപ്പൊ ഇവിടെ എടുക്കണ്ടേ? കേക്ക് വേണമായിരുന്നു. സോറി, ഷോപ്പ് ഈസ് ക്ലോസ്ഡ്.
അല്ലേ? ചേട്ടാ ഒരു സർപ്രൈസ് പാർട്ടിയാ. ഈ സമയത്ത് വേറെ ഷോപ്സ് ഒന്നും ഓപ്പൺ ഇല്ല. ആക്ച്വലി നമ്മളിവിടെ ക്ലീനിങ്ങിലാണ്. കുഴപ്പമില്ല. ഏത് കേക്കാണ് വേണ്ടത്? ഒരു വൈറ്റ് ഫോറസ്റ്റ് 1 kg. വൈറ്റ് ഫോറസ്റ്റ് വരും. വെള്ളം 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 അല്ല അവിടെ ഇല്ല. Should I write something? Yeah, happy birthday Appu. Okay. അല്ല, happy 25th birthday Appu. Okay. ഇതിന്റെ കവറും പാക്കറ്റൊക്കെ നിർത്തിയേക്കായിരുന്നേ. ആയിക്കോട്ടെ. ഇവിടെ എന്താ? ആരാണ് ഈ അപ്പു? അപ്പുവിന്റെ ബ്രദറാണ്. അയ്യോ തെറ്റിപ്പോയി. സോറി. ഞാൻ എഴുതിയതായിരുന്നു. ഇല്ല സോറി. വേറൊരു കേക്ക് എടുക്കും. കേൾക്കാം. ഇപ്രാവശ്യം ശരിയാവും. ശരിയാവില്ലേ? Is it okay? Yeah, നന്നായിട്ടുണ്ട്. Okay. Thank you. എത്രയായി? 450. ബാലൻസ്. താങ്ക് യു. ക്യാൻഡിൽസ് നൈഫ് എൻ്റെ അകത്തേന് വെച്ചിട്ടുണ്ട്. ബ്രദറിൻ്റെ അടുത്ത് എൻ്റെ ബർത്ത്ഡേ വിഷസ് പറഞ്ഞു. എൻ്റെയും പറഞ്ഞു. എന്തായാലും പറഞ്ഞു. ഓക്കെ ശരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വെള്ളം വെള്ളം. ബൈ. ഗുഡ് നൈറ്റ്. നല്ല കുട്ടി അല്ലേ? എന്തേ നീ നോക്കണ്ട? ഹേയ് ഞാൻ നോക്കണം. അത് ശരിയാവില്ല. നല്ല നല്ല വീട്ടിലെ കുട്ടിയായിരിക്കും. ഞാൻ ഇവിടെയൊക്കെ ജോലി അങ്ങനെ ഏട്ടാ നല്ല മുതലാളി നോക്കണ്ട. ചെല്ല് ക്ലീൻ ചെയ്യാൻ നോക്കാം. മനസ്സിലാവുന്നുണ്ട്. ഇപ്രാവശ്യം മുതലാളി എന്ന് വിളിച്ചപ്പോ തെറിയൊന്നും ഉണ്ടായിരുന്നില്ല. ഹലോ. ഹലോ ജോർജ്. എടാ ഇത് ഞാനടാ. ഞാനെന്ന് പറഞ്ഞ എടാ നിനക്കെന്നെ മനസ്സിലായ? ഞാനെന്ന് പറഞ്ഞാൽ മനസ്സിലാവണം. എങ്ങനെയാണ് പേര് പറയും? എടാ ഞാൻ ജസ്റ്റിനടാ. ജസ്റ്റിയാ? കോളേജിലെ. ജസ്റ്റി പറ. എടാ എന്റെ കല്യാണമാണ്. അത് ക്ഷണിക്കാൻ വേണ്ടി വിളിച്ചതാ. ഓ നിന്റെ കല്യാണക്കായോ? എവിടെ നിന്നാണ്? പെണ്ണ് എവിടെ നിന്നാണ്? പെണ്ണ് എടാ നമ്മുടെ കോളേജിലെ എന്റെ ബാച്ചിലുണ്ടായിരുന്നില്ല ഒരു കുട്ടി, ക്രിസ്റ്റി. ക്രിസ്റ്റിയോ? അല്ല ക്രിസ്റ്റി അല്ല, ക്രിസ്റ്റിയുടെ വകയിലുള്ള ഒരു കുട്ടിയാ. എന്ന് പറഞ്ഞ അത് അവളുടെ അങ്കിളുടെ. ഓക്കെ ഓക്കെ. എടാ ശംഭും കോയക്ക് എന്ത് പറയും? ശംഭും കോയക്ക് സ്വീകരിക്കും. അവരുടെ എടാ അവരുടെ നമ്പർ ഒന്നും എനിക്ക് വാട്സപ്പ്. പിന്നെ ശംഭുവിന്റെ ഒരു പാട്ടുണ്ടായിരുന്നുള്ള ബദാമ. പിസ്ത എന്ന് പറഞ്ഞ പാട്ട്. പിസ്ത. അത് സൂപ്പർ ആയിരുന്നട്ടാ. നമ്മുടെ റിസപ്ഷൻ വരുമ്പോ അവനെ കൊണ്ട് അത് പാടിപ്പിക്കണം. പറയാലോ, നീ വിളിക്കെന്തായാലും. പിന്നെ നമ്മുടെ പഴയകാലൊന്നും ഓർമ്മയിലിട നിനക്ക്? പിന്നെ നിങ്ങളുടെ പാട്ടൊക്കെ എന്ത് രസമായിരുന്നടാ, ആ തമിഴ് പാട്ട്. നമ്മുടെ മലർ മിസ് ഒക്കെ ഇപ്പൊ എവിടെയാ? കോളേജ് ഡേയ്സ് ഒക്കെ ശരിക്കും മിസ് ചെയ്യണല്ലേ? അതൊക്കെ പോട്ടെ. എടാ എനിക്കപ്പോ കുറെ പേര് വിളിക്കാണ്ട്. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ്, അമർ നമ്പറൊക്കെ ഒന്ന് വാട്സപ്പ് ചെയ്യ്. ഓക്കെ ശരി ശരി. അപ്പൊ ഈ ശനിയാഴ്ചയാണ് ബാച്ചിലേഴ്സ് പാർട്ടി. നമുക്ക് പൊളിച്ചടക്കണം. ഓക്കെ ഓക്കെടാ.
ഹലോ, ഈ മഞ്ഞ അനാർക്കലി ചുരിദാർ ഇവിടെ കിട്ടുന്നു? എനിക്കറിയില്ല. പച്ച കിട്ടോ? ഗ്രീൻ? ഹലോ, എന്നെ മനസ്സിലായോ? ഓ ഹായ്, അന്ന് കഫേയിൽ വന്നതല്ലേ, അറിയാതെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട്. അത് വിറ്റായിരുന്നു കേട്ടോ. പക്ഷെ അതല്ല, നമ്മൾ തമ്മിൽ ഒരു പഴയ കണക്ഷൻ ഉണ്ട്. പഴയ എന്ത് കണക്ഷൻ? മേരി ചേച്ചിനെ ഓർക്കുന്നുണ്ടോ? ഏത് മേരി? മേരി ജോർജ്. കണ്ടിട്ടുണ്ട് നമ്മളവിടെ, അറിയാം. പിന്നെ ചേട്ടൻ മേരി ചേച്ചിയുടെ പുറകെ കിടന്ന കാര്യമൊക്കെ എനിക്കറിയാം. ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം, അപ്പോഴും കഴിയുമായിരിക്കും. മേരി ചേച്ചിയുടെ ഒപ്പം എന്നെ കണ്ടിട്ടില്ല? ഓ, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആണോ? ഞാൻ സെലിൻ. ഓ സെലിൻ. ചേച്ചി, നമ്മ പള്ളി കണ്ട ചേട്ടൻ. നിന്റെ പേരെന്താണ്? മമ്മി പറഞ്ഞിട്ടുണ്ട് സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് പേര് പറയണ്ട, പക്ഷെ ഞാൻ പറയാം. എന്റെ പേര് സെലിൻ. സെലിൻ? ആഹാ, നീ സ്റ്റേറ്റ് സിലബസ് ആണ് CBSE ആണ്? എനിക്കറിയാനൊന്നും പാടില്ല. ഇവര് രണ്ടുപേരും കല്യാണം കേൾക്കോ? അപ്പൊ അന്ന് കണ്ടപ്പോ എന്താ പറയായിരുന്നേ? അന്ന് മനസ്സിലാവോ നോക്കി, പിന്നെ സമയം ഉണ്ടായിരുന്നില്ലല്ലോ. ആഹാ, കൊള്ളാലോ. സുഖം? സുഖമായിരിക്കും. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ പഠിത്തം കഴിഞ്ഞപ്പോ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഓക്കെ ഓക്കെ, ശരി ശരി. ഇത് നമ്മൾ ആണ് ഡ്രസ് എടുക്കുന്ന സ്ഥലമാണല്ലോ, ഇവിടെ ആണോ എടുക്കാറ്? ഞാൻ എൻ്റെ കസിന് ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി വന്നതാ. ഓക്കെ. രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കൺഫ്യൂഷൻ. എൻ്റെ ഒന്ന് എടുക്കാൻ ഹെൽപ്പ് ചെയ്യോ? ഓ, ഓക്കെ, ബാ. ചേട്ടൻ ഇങ്ങനെ അത്യാവശ്യം പൊക്കവും മണ്ണൊക്കെ ഉള്ള ആളാണ്? ഏയ് ഇല്ലില്ല, മെലിഞ്ഞ. എന്തോ എന്തേത് അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ? ആഹാ, അതറിയാൻ പാടില്ലേ. ലവ് മാരേജാടാ. അതാണ് മോനെ, പ്രേമമാണ് അഖില സാറ് വഴിയിൽ. പ്രേമമാണ് അഖില സാരം മൊഴിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെല്ലായിടത്തും പ്രേമമാണ് മെയിൻ. അതെ. കൊച്ചിന് പേരെന്താ? കൊച്ചിന്റെ പേര് ഇവാനിയ. യുനാനി? അതൊരു ചികിത്സയല്ലേ? യുനാനി അല്ല, ഇവാനിയ. യുവാനിയ, യുവാനിയ മോളെ പാടുപെടും നീ വിളിക്കാൻ. അവളുടെ കാര്യം പറഞ്ഞപ്പോഴാ പുള്ളിക്കാരത്തിനെ ഞാനൊന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ടായി. ഞാനൊന്ന് പോയി വിളിച്ചിട്ട് തൊള്ളാൻ പോണോ? അപ്പൊ ഓക്കെ. എടാ, അതെ, ഈ പ്രേമത്തെ കുറിച്ച് എന്താ അഭിപ്രായം? എന്താണ് പ്രേമത്തെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം. നല്ല അഭിപ്രായമല്ലേ? പിന്നെ പൈങ്കിളി എന്ത് പൈങ്കിളി? താൻ പ്രേമിച്ചല്ല കല്യാണം കഴിച്ചാൽ അതൊരു നായർ വർത്താനം തോന്നിയില്ലേ? അല്ലാതെ ഒരു മിനിറ്റാ, ഇപ്പൊ എന്തിനാ പ്രേമത്തെ കുറിച്ച് പറയണത്? കള്ളച്ചിട്ടിരിക്കുന്നുണ്ട്. എന്താണ് 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 പറ. നിങ്ങൾക്ക് മേരിനെ ഓർമ്മയില്ല? പ്ലസ് ടു മേരി. എന്തോ അവളിപ്പോ കല്യാണം കഴിച്ചിട്ട് എന്റെ കുട്ടികളൊക്കെ ആയിട്ട് യൂസിലാണ്. അവളെന്തിനാണ്? അവള് ആയുധം വേണ്ടട്ടോ. അവളുടെ കൂടെ അന്ന് വന്നോണ്ടിരുന്ന ഒരു കൊച്ചിനെ ഓർക്കണ്ട? സെലിനെ ഓർമ്മയില്ല? സെലിൻ പാറ്റ വെള്ളത്തിനകത്താ. ഹലോ യുനാനി.
യുനാനി അല്ലടാ ഇവാനിയ. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു. ഞാൻ സ്മോൾ അടിച്ചില്ല. ഓക്കെ, അവൾക്കിപ്പോ ഒരു 10-22 വയസ്സായി. ഓക്കെ, 22 വയസ്സാ? എടാ 8 വയസ്സ് ഡിഫറൻസ്. 8 വയസ്സ് ഡിഫറൻസ് എന്താ പ്രശ്നം? ഫഹദും നസ്രിയും തമ്മിൽ 12 വയസ്സ് വ്യത്യാസമുണ്ട്. പക്ഷെ അത് ഇത്തിരി കുടിപ്പ്. അത് ഭയങ്കര അത് ശരിയല്ല. അത് ശരിയല്ലെങ്കിൽ ഇതും ശരിയല്ല. അത് മോശമെങ്കിൽ ഇതും മോശമായി പോയി. അതെനിക്ക് കുഴപ്പമില്ല. നിക്ക് പ്രേമെന്ന് പറഞ്ഞിട്ട് നീ എവിടെ വെച്ചാ കണ്ടത്? കഫേയിൽ ഒരു ദിവസം വന്ന് എനിക്ക് അവളെ കണ്ടപ്പോ എന്തോ ഒരു സ്പാർക്ക് അടിക്കും. എന്തോ ഒരു സാധനം അടിക്കും. എന്ത് പുല്ലാണെങ്കിലും ശരി, കഫേയിൽ വരിക, കേക്ക് അങ്ങോട്ട് കൊടുക്കുക, കേക്ക് ഇങ്ങോട്ട് പിടിക്കുക. ഈ പരിപാടി പറ്റുന്നില്ല. നിനക്കൊരു ജോലി ഇല്ലേ? യൂട്യൂബ് പ്രപ്പോസ് ചെയ്യും. പണ്ടത്തെ പോലെ പരിപാടി നടക്കില്ല. എന്റെ ചോദ്യം പാരന്റ്സ് ആയിട്ട് ഡീൽ ചെയ്യും. പാരന്റ്സ് ആയിട്ട് ഡീൽസ് മതി. ഞാൻ പ്രപ്പോസ് ചെയ്യട്ടെന്നാണോ? നീ വീട്ടിലേക്ക് പാരന്റ്സ് ആയിട്ട് ഡീൽ ചെയ്യും. പാരന്റ്സ് ആയിട്ട് പറയുന്നതിന് മുമ്പ് ആദ്യം അവളോട് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ആദ്യം അവളോട് പോയിട്ട് അവതരിപ്പിച്ചാലോ എന്ന് ആലോചിക്കാം. ധൈര്യമായിട്ട് പോയി അവതരിപ്പിക്കുക. ഈ തെണ്ടിയെ കൂടെ കൂട്ടണ്ട. ധൈര്യമായിട്ട് അവതരിപ്പിക്കുക. പിന്നെ പോകുമ്പേ നീയായിട്ട് പോയാൽ മതി. ഓ, ഇത്രയും നാളെ ഞാനായിട്ട് പോരുന്നായിരുന്നല്ലോ. ഇപ്പൊ എന്താ അങ്ങനെ? അളിയാ എന്താ അറിയോ, പണ്ട് നീ നല്ല ബോറായിരുന്നു. പക്ഷെ ഇപ്പൊ നീ നന്നായി. അടിപൊളി. വാസന്തി ആരായിട്ട് പോണ കാര്യം പറഞ്ഞേ? അത് വേറെ കഴിക്കാൻ പഴംപൊരി കിട്ടൂ? പഴംപൊരി ഒന്നും കിട്ടൂല. കട്ടൻ ചായ കിട്ടൂലേ? ഒരു മിനിറ്റ്, ഒരു ബ്ലാക്ക് ടീ, എന്തെങ്കിലും ഒരു കേക്ക്. ഓക്കെ, വിട്ടാ പോയ കാര്യം എന്തായി? പോയ കാര്യം പതുപോലെ. ഹലോ, ഇടിപ്പടി ചുറ്റൂടെ ആൾക്കാരുണ്ട്. ഞാൻ കപ്പയില. എപ്പോ വരില്ലേ? 6 മണിക്ക്. പറ്റ പെൺകുട്ടിക്ക് ബിടെക് നിർബന്ധമാണ്. എടോ, ഇതിപ്പോ എവിടെ കിട്ടും ബിടെക്? ബിടെക് സൂപ്പർ മാർക്കറ്റിൽ. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എടോ, ഇതൊക്കെ ബുദ്ധിപരമായിട്ട് എഴുതിയെടുക്കേണ്ട സാധനല്ലേ? 10ാം ക്ലാസ്സും കുസ്തിയുള്ള എന്നോട് അതൊക്കെ ചോദിക്കല്. അതെ, സൗണ്ട് ഒന്ന് കുറയ്ക്കണം. കസ്റ്റമേഴ്സ് റീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എടോ, പതുക്കെ പറഞ്ഞോ, ഇത് ചന്തയല്ല. ഉള്ള കാര്യം പറഞ്ഞാ ഞാൻ ഉള്ളതല്ല പറഞ്ഞു. പിന്നെ ബിടെക് എടുക്കാം, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? +2 കിട്ടുമോ? അപ്പൊ +2 ഇല്ല നിങ്ങൾക്ക്? അതപ്പച്ചനെന്ന് തെങ്ങുമെന്ന് നിങ്ങളെ പോലത്തെ ആൾക്കാർ ഞാൻ പൊന്നാണ് നടക്കണത്. നിങ്ങൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് വരി. ബിടെക് എടുത്തിട്ട് വരും. ഞാൻ നിൽക്കി വേണ്ട, മോളെ ഈ കൊണ്ടുവയ്ക്കും. അതൊക്കെ ഉണ്ടാക്കിയിട്ട് വരി. എന്റെ അടുത്ത് മനസ്സിലാണ്ട് I'll text you later. Bye. ഹലോ. ഹേയ്, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നോക്കിയിരുന്നു. ഞാൻ അകത്തൊരു കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആഹാ, കേക്ക് ഒക്കെ ഉണ്ടാക്കോ? കട നടത്തല്ലേ? ഒറ്റയ്ക്കുള്ള? അല്ല, അന്നുകൊണ്ട് കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. നല്ല കേക്കായിരുന്നു. ഓക്കെ, ഇരിക്കുന്നോ? തിരക്കില്ലെങ്കിൽ നീ കറക്റ്റ് സമയത്ത് വന്നേ. എടാ, ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തേ. എന്തെങ്കിലും വേണോ? എടാ, അതെ, ആ റെഡ് വെൽവെറ്റ് കേക്ക് 2 പീസ് എടുക്കും. അല്ല, മുതലാളി ഉണ്ടാക്കിയതാണോ? മുതലാളി അല്ല, ഉണ്ടാക്കിയതാണോ? എന്നാ എനിക്കും ഒരു പീസ് വേണം. ഒരു പീസ് ബേബിയും കൊടുത്തേ. ഭയങ്കര ബിൽഡപ്പാണല്ലോ. അത്രയ്ക്കല്ല കേക്കാണോ? വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് പറയുന്നു? സുഖം. ഇഷ്ടപ്പെട്ടോ? പിന്നെ മാരീഡ് ആണോ? ഞാനോ? അല്ല, എന്തു പറ്റി? അല്ല, കെട്ടുന്ന ആൾക്ക് നല്ല കേക്കൊക്കെ കഴിക്കാലോ.
ഞാനൊരു പ്രപ്പോസലായിട്ട് വീട്ടിലേക്ക് വന്ന കുഴപ്പമുണ്ടോ? എന്താ? ഞാനൊരു പ്രപ്പോസലായിട്ട് വീട്ടിലേക്ക് വന്ന കുഴപ്പമുണ്ടോ? ഈ സൺഡേ എൻ്റെ എൻഗേജ്മെന്റ് ആണ്. ചേട്ടന് എന്നേക്കാൾ നല്ല പെൺകുട്ടിയെ കിട്ടുമല്ലോ. കേക്ക് റെഡിയാണ് കേട്ടോ. നല്ല കേക്കല്ലേ? പെണ്ണുണ്ടോ? പെണ്ണാ? വെട്ടി വിടുങ്ങാണ് നീ. മോലാളുണ്ടാക്കിയോ? അണ്ണാക്കി ഇറക്കിയിട്ട് പറ, മനസ്സിലാവണല്ലോ. മോലാളെ ഉണ്ടാക്കിയതാ. അടിപൊളിയാ. ലാസ്റ്റ് ദിവസം എന്താണ് കയ്യിൽ? അതിൻ്റെ അടുത്തൊന്നുമില്ല. എന്നിട്ട് അവനെന്ത് ചെയ്യും? ആളിതേ അവിടെ ബാക്കിൽ അയാളുടെ അവിടെ ഉണ്ട്. ആളുടെ കലിപ്പും കൂടി ഇത്തിരി ഓണാണ്. എന്തുപറ്റി? മറ്റേ സെലീം വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കൂടി ഇവിടെ സംസാരിച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെന്താ സംഭവിച്ചെന്ന് എനിക്കറിയാൻ പാടില്ല. ആള് കലിപ്പായിട്ട് അങ്ങോട്ട് പോയി. പിന്നെ ആ പെങ്കൊച്ചൊരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടുത്തിട്ട് ഇഷ്ടമില്ലേ? ഈ കവറിലെന്താ? ഈ കവറിലെന്താന്നേ? കവറിലോ അതളഞ്ഞ പിന്നെ പറയാം. എനിക്കിത് കൊടുക്കായിരുന്നില്ല ജോജോ. പിന്നെ ചൂടായിട്ടിരിക്കണോ? അവനെ കൊണ്ട് ആരെങ്കിലും തല വയ്ക്കോ? നീ ലെറ്റർ ഒന്നാരും പറയണ്ട. ഞാൻ പറയണ എടാ ജോർജേ, മുതലാളി ആത്മഹത്യയല്ലേ മുതലാളി? ഇറങ്ങി മുതലാളി അടിപൊളി. അടിച്ചു പിച്ചാ. ആബ്സെന്റ് 68% ആൽക്കഹോൾ കണ്ടന്റ്. ഗ്ലാസ് ഒരു മണി ഗ്ലാസ് ഐറ്റംസ് ഇന്ന് ഞാൻ അടിച്ചു പിച്ച. താഴെ പൊട്ടിക്കരുത്. അവളുടെ കല്യാണം പാട്ട് കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് വേറെ സാധനം. വേറെ സാധനം എന്ന് പറയുമ്പോ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ കമ്പോസ് ചെയ്തൊരു പാട്ടുണ്ട്. കേൾക്കണം? എവിടെ ശ്രദ്ധിച്ചിരിക്കും? 3 പേര് എവിടെ ശ്രദ്ധിച്ചിരിക്കും? അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്ന അവൾമാരൊന്നും വേണ്ട, ലവ് വേണ്ട, നമുക്ക് വേണ്ട, ഇവിടെ അല്ലേലും സീമൊത്തം കോണ്ട. അടിപൊളി. അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്ന വെൾമാരൊന്നും വേണ്ട, ലവ് വേണ്ട, നമുക്ക് വേണ്ട, ഇവിടെ അല്ലേലും സീമൊത്തം കോണ്ട. മുട്ടി നടക്കാൻ, തൊട്ടുരുമ്മിയിരിക്കാൻ, 24/7 ഫുൾ ഡേറ്റിംഗ് കളിക്കാൻ, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുറകെ നടന്നിട്ടും വല വീശി എറിഞ്ഞിട്ടും നോ റിപ്ലൈ. തല്ല പോലും സഹിക്കാത്ത കോസ്റ്റ്യൂംസ് വലിച്ചു കയറ്റി ഒലിപ്പിച്ച് നടന്നിട്ടും നോ റിപ്ലൈ. ഇത് വേണ്ട, ലവ് വേണ്ട, ഇവിടെ അല്ലേലും സീമൊത്തം കോണ്ട. ഒരു കട്ടൻ കാപ്പി കിട്ടു. കട്ടൻ കാപ്പി ദോശ. ലോണെടുത്ത് പണമിറക്കി ഔഡിക്കാരും വാങ്ങി, കൂട്ടുകാരെ സോപ്പിട്ട് ബൈക്ക് ഒരെണ്ണം വാങ്ങി. നോ റിപ്ലൈ, സ്റ്റിൽ നോ റിപ്ലൈ. അവിടെ വീട്ടുകാരെ ഓടിച്ചിട്ട് നാട്ടുകാരെ കല്ലൊഴിഞ്ഞ് കൂട്ടുകാരെ കൈയൊഴിഞ്ഞ് ഒറ്റയ്ക്കായി. സെനിമെന്റ്സ് വർക്കൗട്ടായി, പെണ്ണ് വലയിലായി, ചെക്കൻ പുലിയുമായി. ടോട്ടൽ ചേഞ്ച് ഔട്ടായി, ഡെയിലി ടേക്ക് ഔട്ടായി. പിന്നെ 4 മാസം കഴിഞ്ഞപ്പോൾ ബ്രേക്കപ്പായി.
ഹലോ കഫേ. ഹലോ, ഇത് ഞാനാ സെലൻ. ആ ഇന്നെൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അതിന് ഞാനൊക്കെ കൺഫ്യൂസ്ഡ് ആണ്. ഇത് വേണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ഞാൻ യെസ് പറയണോ നോ പറയണോ? ദൈവത്തിനോട് പ്രാർത്ഥിച്ചൊരു തീരുമാനം എടുക്കൂ. ഇതാരാണ്? ഇതാരാ? ഞാൻ ജോജോ. വെക്കടാ ഫോൺ. ഇക്കാലത്ത് ആരും ഉപദേശിക്കാൻ പാടില്ല. ഇതൊക്കെ എന്നോട് സംസാരിക്കേണ്ട ആവശ്യം എന്താണ്? സോറി, ഞാൻ അങ്ങനെ വെല്ലോണ്ടും എന്നോട് സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്ന ബോർഡ് ശ്രദ്ധിച്ചില്ല, അത് സീനാകുമെന്നും അവൻ ചിന്തിച്ചില്ല. വെച്ച കാല പുറകോട്ട് വെക്കത്തില്ല, വെച്ച കാലിന്റെ കെട്ടിപ്പോഴും അഴിച്ചിട്ടില്ല. അവളുടെ ചേട്ടന്മാര് വന്ന് 2 പൊട്ടിച്ചിട്ടും അവന്റെ കാല് 2 പ്ലാസ്റ്ററിട്ട് ഒട്ടിച്ചിട്ടും പെണ്ണ് പറ്റിച്ചിട്ടും കീറി ഒട്ടിച്ചിട്ടും പിന്നെ കൂട്ടുകാര് വട്ടം കൂടി പുച്ഛിച്ചിട്ടും തൊര കുടിപ്പിച്ചിട്ടും നേരം വെളുപ്പിച്ചിട്ടും 10 പൈസയുടെ വെളിവ് പോലും അവന് വന്നിട്ടില്ല. എടാ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞ എന്റെ പൊന്നളിയ മലയാളത്തിലല്ലേ പറയണ. അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്നവൾമാരൊന്നും വേണ്ട. ലവ് വേണ്ട, നമുക്ക് വേണ്ട. ഇവളുടെ അല്ലേലും സീമത്തം കോണ്ട്ര. അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്നവൾമാരൊന്നും വേണ്ട. ലവ് വേണ്ട, എടാ പുല്ല വേണ്ട. ഇവളുടെ ആകെ മൊത്തം ടോട്ടൽ സീൻ കോണ്ട്ര. ഇതാ ഇത്. എടാ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ മേരോടൊപ്പം നടക്കുന്ന സെലിൻ. ഇതാണോ സെലീൻ? എടാ ഇതെല്ലാം കുറച്ചാളെ നിനക്ക് പറഞ്ഞൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുന്നത്. അതെ, ഇതാണ് സെലീൻ. 2 ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടും, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടും. പച്ചക്കറിക്കായ തട്ടിൽ ഒരു പൊട്ടറ്റോ മുത്തശ്ശി ചൊല്ലി, കുഞ്ഞോളെ കൂമ്പാളി മാമുണ്ട്. പൊട്ടറ്റോ മുത്തശ്ശിയല്ല. ഇതന്നെ എനിക്ക് പറ്റിയത്. എടാ പ്രമോദേ, കത്രി ഇതിന്റെ ഹൈറ്റ് ഇറക്കണം. എന്റെ ബേബി ചേട്ടാ ഉണ്ണീഷോനെ ഇപ്പോഴേ വെച്ചാ അതിനെന്താ? നിങ്ങൾ എന്ത് ക്രിസ്ത്യാനിയാണ്? RC 12 മണിയാകുമ്പോ കൂടൂ. 12 മണിക്ക് ഞാൻ ഉണ്ടാവില്ല, ഞാൻ പോയി കിടന്നുറങ്ങും. മമ്മി മുന്തിരി വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആണോ? ആ ഓക്കെ, നമുക്ക് ഗുണ്ടൊക്കെ പൊട്ടിച്ച് വൈനൊക്കെ വിട്ട് അടിപൊളിയാക്കാം. ഓക്കെ, ഇത് മമ്മി കൊടുത്തേ. ഹാപ്പി ക്രിസ്മസ്. നേരത്തെ ഇറങ്ങണം, അല്ലെങ്കിൽ ഞാൻ മൊത്തം അടിച്ച് തീർക്കൂട്ടോ. ഒരു ക്രിസ്മസ് കേക്ക് വേണം. ഏതാണ്? റെഡ് വെൽവെറ്റ്. 1 kg മതിയോ? ആ, റെക്റ്റാങ്കിൾ. റെക്ടാങ്കിൾ ഇല്ല, റൗണ്ട് മാത്രം. ആ, കുഴപ്പമില്ല, അത് മതി. ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? വേണ്ട. ഹസ്ബൻഡൊക്കെ എന്ത് പറയുന്നു? ഏത് ഹസ്ബൻഡ്? അല്ല, ഇപ്പം അന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ്റെ മനസ്സമ്മത്തിൻ്റെ അന്ന് ഞാൻ വിളിച്ചില്ലായിരുന്നോ? അത് കഴിഞ്ഞ് പിന്നെ കൺഫ്യൂഷനായി. എന്തു പറയുന്നൊക്കെ ആലോചിച്ചാകെ വട്ടായി. എന്നിട്ട് യെസ് പറഞ്ഞു. ഓ, അതൊക്കെ കഴിഞ്ഞ് റിസപ്ഷനാകെ സീനായി. എന്ത് കിട്ടി? എവിടെ മേക്കപ്പ്? 3 cent എടുത്ത്.
ഹാവ് യു ബീൻ ടു ബോംബെ? Yeah. അവിടുത്തെ റെഡ് സ്ട്രീറ്റിൽ യു ലുക്ക് ലൈക്ക് എ ഹോർ ഫ്രം ദേ. And it's so horrible looking at you in front of my family, my friends. And how do you think I can tolerate you? ഹായ് സെലിൻ. ഹായ് റോണി. സെലിൻ്റെ ഫ്രണ്ടാണ്. നിൽസ് എന്ന പേര്. റോണി ചേട്ടാ ഒന്ന് ഫോട്ടോ എടുക്കട്ടെ. എടുത്തോ. റോണി ചേട്ടാ ഒന്നും കൂടി നോക്കിയേ. വരില്ല. ഒന്ന് സ്മൈൽ ചെയ്യാവോ? ഒന്ന് പോസ് ചെയ്യോ റോണി ചേട്ടാ? സൗകര്യമില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പപ്പ കല്യാണം വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇടയ്ക്ക് മൂക്കി വലിച്ചേരുന്ന പൊടിയുണ്ടല്ലോ. മൂക്കിപ്പൊടിയാണ്. അല്ല, ഈ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ വലിക്കുന്ന സാധനമില്ലേ? ഓ ചാർലി. കൊക്കെയിൻ. അത് തന്നെ. അത് വലിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ളൊന്നും കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നേ. പിന്നെ വെറുതെ പിച്ചും വേഗം പറഞ്ഞുകൊണ്ടിരിക്കും. അയാൾ ഇപ്പോഴും വിളിക്കാറുണ്ട്. എന്താ പിന്നെ അവോയ്ഡ് ചെയ്തൂടെ? അവോയ്ഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. വിളിച്ചിട്ട് വെറുതെ ഇങ്ങനെ സ്വയം പോക്കി പറഞ്ഞുകൊണ്ടിരിക്കും. എടുത്തില്ലെങ്കിൽ ഒരു 40 മിസ്ഡ് കോൾ ഉണ്ടാവും. പപ്പ പറഞ്ഞോ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന്. പക്ഷെ പോലീസൊക്കെ എന്ത് ചെയ്യാനാ? ഇവനൊക്കെ നല്ല തല്ല് തന്നെ കിട്ടണം. ദേ കണ്ടില്ലേ? ഞാൻ എടുക്കട്ടെ. പിന്നെന്താ? ഹലോ ഹലോ ഹലോ, സെല്ലൊന്ന് ഫോൺ കൊടുത്തേ. എൻ്റെ പേര് ജോർജ് എന്നാണ്. ജോർജാ? നീ ഏതാ? ഞാൻ സെല്ലിൻ്റെ ഒരു നിങ്ങളും സെല്ലിനും നമ്മളുടെ കല്യാണം വേണ്ടെന്ന് വെച്ചല്ലേ, പിന്നെ എന്തിനാണ് സെല്ലിനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? അവളെ തന്തേ? ഫോൺ കൊടുക്കണേ. ഫോൺ കൊടുക്കാൻ. കണ്ണ് ചുവക്കണ്ണ്, പല്ല് കട്ടിക്കണ്ണ്, മുട്ടി ചുരുട്ടണ്, ആകെ വിയർക്കണ്, നാടിനരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറണ്, ചങ്കിനകത്ത് താളമടിക്കണ്, തക്കിട്ട മേളമടിക്കണ്, കയ്യും കാലും വിറയ്ക്കണ്, പെട്ടക്കണ്, തുട്ടിക്കണ്, പെരുവിരല് പെരുത്ത് കയറാണ്, വെളിച്ചപ്പാട് പോൽ ഉറഞ്ഞതുള്ളാണ്. അവിടെ കുറച്ച് നേരം വന്നിട്ട് കോൾ ചെയ്ത് കിട്ടും. ആരാ? എന്തായി? പിള്ളേരെ എനിക്കൊരു കാര്യം പറയാൻ കേട്ടോ. കാര്യമൊക്കെ കൊള്ളാം. സെർവ് ചെയ്യുന്ന സമയത്ത് നല്ല സന്തോഷമായിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുത്തോണം, അല്ലെ കളി കാര്യവും. ഇത് പുത്തൻ കാലം, പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം. ഇത് പുത്തൻ കാലം, പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം. കുറെ നേരമായിട്ടുണ്ട്. ഡൗട്ടാണ്, എന്തിനാണ് നിങ്ങൾ എന്നെ തല്ലണത്? നീ പെട്രോളിന്റെ വില കൂട്ടും. ബോബ് മാലിയുടെ ടീഷർട്ട് ഇട്ടാ നീ അറസ്റ്റ് ചെയ്ത് എന്നെ റോട്ടിൽ മൊത്തം കുഴിയും ട്രാഫിക്കും ഇനി തല്ലരുത് പ്ലീസ്. എനിക്ക് ഭയങ്കര വലിയൊരു സംശയം. നിങ്ങൾക്ക് ആള് മാറിയതാണെന്നാ തോന്നണേ. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് തോണി.
റോണി റോണി വർഗീസ്. വർഗീസാ? ആള് മാറിപ്പോയടാ. സോറിട്ടാ, ആള് മാറിപ്പോയതാണ്. സോറി, ഞങ്ങൾക്ക് എനിക്കും തോന്നി ആള് മാറിപ്പോയതാണ്. അല്ലാണ്ട് എനിക്ക് പറഞ്ഞ പോലെ റോഡും പെട്രോളും മാറില്ലെന്നും പരിചയമില്ലോ. ഹാപ്പി ക്രിസ്മസ്. പോട്ടെ, ഒന്നും അല്ല അപ്പൊ അറിയാണ്ട് നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ ബ്രദർ? സോറി ഏട്ടാ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അല്ല മുതലാളി, നമുക്ക് ശരിക്കും ആള് മാറിപ്പോയാണോ? അതെ, ഈ കെട്ടെന്ന് അയച്ചിടായിരുന്നില്ലേ? മലരല്ലേ അത്? ശംഭു, ആര് വിളിച്ചു? ഞാൻ വിളിച്ചു. ആര് പറഞ്ഞു? സെലിം പറഞ്ഞു. ജോലിന്ന് അറിയാമോ? ഇല്ല. சொல்லியிருக்கலாமே. எதுக்கு? அவன் சந்தோஷமா தான் இருக்கான். ഇവൻ ഇവളെ കെട്ടുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നീ ഇതൊന്നും ആയിരുന്നല്ലോ എത്രയും കാലം പറഞ്ഞോണ്ടിരുന്നു. ഇപ്പൊ എന്താ മാറ്റി പറയണം? അതൊക്കെ ഉണ്ട്. എടാ, ഇവൾ ആ ജോജോയുടെ കയ്യിൽ ആ കത്ത് കൊടുത്ത് വിട്ടില്ലേ, ടിഷ്യൂ പേപ്പറിൽ എഴുതിയത്. എന്റെ പൊന്നളിയാ, ഞാൻ വായിച്ചു. മൊത്തം മൊട്ടം തെറ്റാണ് അവനെ പോലെ. ശരി, അപ്പൊ കറക്റ്റ് ആണ്. അപ്പൊ കറക്റ്റ് പാർട്ട്ണർ. പിള്ളേരൊക്കെ എങ്ങനെയായിരിക്കും ആവോ? എന്താ ചിരി? ദൈവം ചലിക്കാനാവാത്ത പൂക്കളെ പൂമ്പാറ്റകളാൽ ഒന്നിപ്പിച്ചു. ചലിക്കുന്ന പൂക്കളെ നിങ്ങൾക്ക് ദൈവം പൂമ്പാറ്റയെ പ്രേമമെന്ന വികാരമായി നൽകി. ബട്ടർഫ്ലൈസ് മെന്റലി മെന്റൽ, സോ ഈസ് ലവ്.
മമ്മി പറഞ്ഞിട്ടുണ്ട് സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പേര് പറയണ്ട. പക്ഷെ ഞാൻ പറയാം. എൻ്റെ പേര് സെലിൻ. സെലിൻ? ആഹാ. നീ സ്റ്റേറ്റ് സിലബസ് ആണ് CBSE ആണോ? എനിക്കറിയാനൊന്നും പാടില്ല. ഇവർ രണ്ടുപേരും കല്യാണം കേൾക്കോ? ആർക്കറിയാം. എന്നാരാണാവോ കല്യാണം കേൾക്കാൻ പോണേ? നിന്നെ ഞാൻ കേട്ടെ. എന്നെക്കാട്ടും നല്ല പെണ്ണിനെ കിട്ടുമല്ലോ ചേട്ടന്. കിട്ടോ? ആ. ഐസ്ക്രീം ഇഷ്ടപ്പെട്ടാ? ആ ഇഷ്ടപ്പെട്ട്. കഴിച്ചു. തേനീച്ചക്കൂട് പോലത്തെ മുടി. നീ പേടി ചാളമേരി.